ഈ സ്ഥലത്ത് ഇത്രയും പേർക്ക് ഒന്നിച്ചു കൂടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇന്ന് രാത്രി ലഭിച്ച വിലപ്പെട്ട അവസരങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതിന് അടുത്ത് പല കൺവെൻഷനുകൾ നടക്കുകയാണ്. അത് 2-3 കഴിഞ്ഞാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെ ഞാൻ അവിടെ ഓതറെ കൺവെൻഷന് ശുശ്രൂഷിപ്പാനിടയായി. എന്നിരുന്നാലും ഇത്രയും പേർക്ക് ഇവിടെ വന്നു ചേരാൻ ഇടയായതിൽ ദൈവത്തിന് മഹത്വം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വിശേഷിച്ച് പ്രിയ തമ്പിച്ചായനും സൂസമ്മാമ്മയും പ്രിയപ്പെട്ടവരുമൊക്കെ ഈ രാത്രി യോഗത്തിൽ സംബന്ധിക്കുന്നതിൽ ദൈവത്തിന് മഹത്വം. ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സമീപവാസികളായ പ്രിയപ്പെട്ടവരെയും കർത്താവ് ആശീർവദിക്കട്ടെ. എല്ലാ കർത്തൃദാസന്മാരെയും ദൈവമക്കളെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. 4-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം ഒരിക്കൽ കൂടി വായിച്ച് സഹായിച്ചാട്ടെ. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ. വിധിച്ചു കൈകാൽകളെ അതിന്മേൽ കുരിശു ചുമന്നവൻ ഗിരിമുകളേറി വിധിച്ചു കൈകാൽകളെ അതിന്മേൽ ശരിക്കിരുമ്പാണികൾ തറപ്പതിനായി അതു സ്മരിക്കുകിൽ വിസ്മയനീയം. ശരിക്കിരുമ്പാണികൾ തറപ്പതിനായ ദുസ്മരിക്കുകിൽ വിസ്മയനീയം. ദൈവകരുണയും ധനമാകാമ്യം നാവാൽ വർണ്യമോ. ദൈവകരുണയും ധനമാഹാത്മ്യം. ദേവസുതൻ പശുശാലയിൽ നരനായി. ദേവസുതൻ പശുശാലയിൽ നരനായി അവതരിച്ചതു വെറും കഥയോ. ദേവസുതൻ പശുശാലയിൽ നരനായി അവതരിച്ചതു വെറും കഥയോ. ഭുവനമൊന്നാകെ ചമച്ചവൻ ഒരു ചെറു ഭവനവും ലഭിച്ചതിൽ എന്നോ. ഭുവനമൊന്നാകെ ചമച്ചവൻ ഒരു ചെറു ഭവനവും ലഭിച്ചതില്ലെന്നോ. ദൈവകരുണയും ധനമാഹാത്മ്യം നാവാൽ വർണ്യമോ. ദൈവകരുണയും ധനമാഹാത്മ്യം. നമ്മുടെ കരമുയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. കൂടപ്പെട്ട എല്ലാവർക്കും, ഈ പന്തലിൽ പ്രാർത്ഥനയോടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി വന്ദനവും നന്ദിയും ചൊല്ലുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനയും ഇത്തരണത്തിൽ അപേക്ഷിക്കുന്നു. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 13 മുതൽ 18 വരെയുള്ള തിരുവെഴുത്താണ് പൊതുവിൽ പ്രാരംഭത്തിൽ വായിച്ചു കേട്ടത്. അതിലെ 18-ാമത്തെ തിരുവെഴുത്ത് നമുക്കെല്ലാം വളരെ മനഃപാഠമായ തിരുവെഴുത്താണ്. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവിൻ. ഈ നിലയിൽ കർത്താവിൻ്റെ വചനം ഐശ്വര്യമായിട്ട് ഇവിടെ സംസാരിച്ചു. എൻ്റെ അറിവ് ശരിയെങ്കിൽ നാളെയും കർത്താവിൻ്റെ വലിയൊരു ദാസൻ ദൈവവചനം ശുശ്രൂഷിക്കും. ഇന്ന് രാത്രിയിൽ എനിക്കും ഇങ്ങനെ സംസാരിപ്പാൻ, ശുശ്രൂഷിപ്പാൻ അവസരം ലഭിച്ചതിൽ ദൈവത്തിന് മഹത്വം. ഇതിന് സമീപ സ്ഥലങ്ങളിൽ പലയിടങ്ങളിലും വന്ന് കർത്താവിനെ ശുശ്രൂഷിപ്പാൻ, സാക്ഷിപ്പാൻ ഇടയായിട്ടുണ്ട്. ഇവിടെ കുറ്റൂര് IPCയിൽ ധാരാളം പ്രാവശ്യങ്ങൾ വന്ന് ചില ഭവനങ്ങളിലൊക്കെ വന്ന് ശുശ്രൂഷിപ്പാൻ ഇടയായിട്ടുണ്ട്. ഇതിന് സമീപ സ്ഥലങ്ങളിൽ പലയിടത്തും, വിശേഷിച്ച് തമ്പിച്ചായനുമായിട്ട് ദീർഘവർഷത്തെ ആത്മീക ബന്ധമാണ്. അത് ഒരു കുടുംബം പോലാണ്. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി സൂസമ്മാമ്മ കാവാലത്ത് ഞങ്ങൾ അയലത്തുകാരുമാണ്, ഒരു സഭക്കാരുമാണ്. അങ്ങനെ പല ആത്മീക ബന്ധങ്ങളുണ്ട്.
കഴിഞ്ഞ ദിവസവും ഞാൻ എവിടെയോ പ്രസംഗിച്ചപ്പം കാര്യമൊക്കെ പറഞ്ഞു. ദൈവത്തിന് മഹത്വം. ആ കുടുംബത്തെ, പ്രിയപ്പെട്ടവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. സമീപവാസികളാകുന്ന ബഹുമാന്യരായ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പുതിയ നിയമത്തിലെ 21 ലേഖനങ്ങൾ നമുക്കറിയാം. പ്രാരംഭത്തിൽ 4 സുവിശേഷ പുസ്തകമാണ്. മത്തായി സുവിശേഷം, മർക്കോസിന്റെ സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം. എന്താണ് സുവിശേഷം? അത് യേശു ക്രിസ്തുവാണ്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു, അതാണ് സുവിശേഷം. ആ സുവിശേഷത്തിന്റെ വിശേഷതകളാണ് ആദ്യത്തെ 4 പുസ്തകം പുതിയ നിയമത്തിലെ. മത്തായി സുവിശേഷത്തിൽ യേശുക്രിസ്തു രാജാതി രാജാവാണ് എന്ന് തെളിയിക്കുന്നു. അതുകൊണ്ട് ആ വിദ്വാൻമാര് വന്ന് ഹെരോദാവിനോട് ചോദിച്ചത്, രാജാവായിട്ട് പറന്നവൻ എവിടെ? എല്ലാവരും പറന്ന് കുറെ നാൾ കഴിഞ്ഞ് ആ രാജാവാകുന്നത്. എന്നാൽ യേശുവിന്റെ തിരുപ്പിറവിയുടെ വിശേഷത പിറന്നപ്പോഴേ അവിടുന്ന് രാജാവായിട്ടാണ്. അപ്പോൾ രാജാവായി പിറന്നവൻ എവിടെ? മക്കളെ, നിങ്ങൾ കാറിന് മറഞ്ഞു നിൽക്കാതെ യോഗത്തിന് വാടാ, ഇവിടെ വന്നിരി. അമ്മമാരുടനെ കാറിന് മറയാൻ പോവുക. ആനയ്ക്കെറിഞ്ഞേച്ച് വാഴയ്ക്ക് മറഞ്ഞെന്ന് പറഞ്ഞ പോലെ ഇനി പറഞ്ഞിട്ട്, എടേ രണ്ടുപേരും ഇനി ഇവിടെ വന്നിരി, ഇവിടെ വന്നിരിക്കാൻ ഇവിടെ വന്ന് ആ മുടി കെട്ടി വരുന്ന ഗോഡാ ഇവിടെ ഇവിടെ വന്നിരി. ഇവിടെ ഇരിക്കും. അതാ, ഇനി എഴുന്നേറ്റ് പോകരുത് കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ എല്ലാവരും ജനിച്ച് ജീവിച്ച് ചില നാൾ കഴിഞ്ഞ രാജാവാകുന്നത്. എന്നാൽ യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവിയുടെ വിശേഷത അവിടെ ജനിച്ചപ്പോൾ രാജാവായിട്ട്. സ്തോത്രം. നാം ആരാധിക്കുന്ന യേശുവിന്റെ ശ്രേഷ്ഠത എത്ര വലുതാ. 2 കാര്യം അധ്യക്ഷൻ സൂചിപ്പിച്ചു. അതിലൊന്ന്, യേശു ക്രിസ്തു ഒരു ബൈബിൾ സ്കൂളും നമ്മൾ ഈ കാണുന്ന രീതി തുടങ്ങിയില്ല. ബൈബിൾ സ്കൂൾ ആരെന്ന് 3.5 കൊല്ലം നമ്മൾ ഈ കാണുന്ന രീതി ബിൽഡിങ് പണിത് ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്ത്, പണ്ടൊക്കെ അങ്ങനെ ബൈബിൾ സ്കൂളിൽ ചെല്ലണമെങ്കിൽ ഇന്റർവ്യൂ ഇരിക്കുന്ന വിദ്വാന്മാര്, വലിയ വിദ്വാന്മാരാ, സുവിശേഷത്തിലേക്ക് വിളിച്ചെന്ന് എങ്ങനെ തോന്നി ചോദ്യമാണ്. ഈ പുള്ളി ഇറങ്ങിയതാന്ന് നമ്മൾ തിരിച്ച് ചോദിച്ചാൽ പുള്ളി കുഴയും, അത് വേറൊരു വിഷയം. ചോദിച്ചാൽ അച്ഛൻ എങ്ങനെ ഇറങ്ങിയ, ഞാൻ പിന്നെ പറയാന്ന് പറയും. അപ്പോൾ അങ്ങനെയൊക്കെ പണ്ട് ചോദ്യമുണ്ട്. ആരാ വിളിച്ചത്, എങ്ങനെ വിളിയുണ്ടെന്ന് ബോധ്യപ്പെട്ടു. പണ്ടൊരു ബൈബിൾ സ്കൂളിൽ ഇങ്ങനെ അഡ്മിഷന്റെ സമയത്ത് ചോദ്യം ചോദിച്ചപ്പോൾ ഒരാൾ ചോദിച്ചു, വിളിച്ചെന്ന് പറഞ്ഞാൽ, ദരിദ്രന്മാരുടെ സുവിശേഷം ചെയ്ത് ഞാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്ത് ഇഷ്ടമുണ്ട് അഡ്മിഷൻ തരാൻ. അന്നേരം എഴുതി കൊടുത്തു. മറ്റവരങ്ങല്ല. ആര്യാവരെ യോനാച്ചൻ എന്നോട് പറഞ്ഞു, വേലയ്ക്ക് വിളിയുണ്ട്. കൂടുതൽ കുഞ്ഞുഞ്ഞു വന്നപ്പം ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചു. സ്തോത്രം. തങ്കമണി എൻ്റെ തലയെ കൈവച്ചില്ലെന്ന് കുടഞ്ഞേച്ച് പറഞ്ഞു, മകനെ നിന്നെ വേലയ്ക്ക്. അങ്ങനെയൊക്കെ ആ പണ്ട് ഇത് പറയാന്നെ പറഞ്ഞ്, ദരിദ്രന്മാരുടെ ജൂജയുടെ അറിയിപ്പം കർത്താവിനെ അഭിഷേകം ചെയ്തവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ഇഷ്ടമുണ്ട് അഡ്മിഷൻ തരാൻ. അന്നേരം എഴുതി കൊടുത്തു. അപ്പൊ അതൊക്കെ അങ്ങനത്തെ ബൈബിൾ സ്കൂളുകളാ. അതൊന്നും വിവരിക്കുന്നില്ല. ഇപ്പൊ അങ്ങനെ ബൈബിൾ സ്കൂളില്ല. തന്നെ ഇപ്പോഴും വേലയ്ക്ക് ഇറങ്ങുന്നവർക്ക് ബൈബിൾ സ്കൂളിൽ പോകാൻ താല്പര്യവും ഇല്ല. 2-3 കൊല്ലം ആരാ മെനക്കെടുന്നത്. ഇപ്പം 2 പാട്ടും ഒരു ഓർഗണും ഒക്കെ ഉണ്ട്, ഉടനെ ഉപദേശിയാകാം. ഇതിങ്ങനെ വെച്ച് ഇങ്ങനെ നിൽക്കുക, ഒരു പാട്ട് ഹാലേലുയ എന്ന് വെച്ചാൽ അവനെ പിരിച്ചു. തന്നെയല്ല, നമ്മുടെ ഇടയിൽ വെള്ളച്ചട്ടിട്ട് വന്നാൽ ഉടനെ ഉപദേശിയാന്ന. വെള്ളച്ചട്ടിട്ട് വരാൻ പറ്റില്ല, പാഷ എന്നാ വിളിക്കുന്നത്. എന്നാൽ ഇവൻ പറയണ്ടേ ഞാൻ പാഷാണ്, അവനും കേട്ടോണ്ടിരിക്കുക. കാരണം ഒറ്റ രാത്രി കൊണ്ട് പാഷ ആകുക ആയിക്കോട്ടെ അവനും. അങ്ങനെ അന്ന് അങ്ങനല്ല. എന്തായാലും നമ്മുടെ വിഷയമല്ല. യേശു ക്രിസ്തു ഇന്ന് കാണുന്ന മോഡലിൽ യാതൊരു ബൈബിൾ സ്കൂളും തുടങ്ങിയില്ല. പക്ഷേ അവിടുത്തെ തിരുവചനവും അവിടുത്തെ അരുളപ്പാടും പഠിക്കുവാനും പഠിപ്പിക്കുവാനും അനേക സ്കൂളുകൾ തുടങ്ങി. അദ്ദേഹം ഓർപ്പിച്ചത് ഒന്നുകൂടെ ആവർത്തിക്കുക. യേശു ക്രിസ്തു ഇന്ന് വരെ മരിക്കുന്നത് വരെ ഒരു പാട്ട് എഴുതിയിട്ടില്ല. യേശു നിലത്ത് എഴുതി എന്നാണെന്നൊന്നും ഇവിടെ എഴുതിയിട്ടില്ല. പലരും പല രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത്. വന്നവരുടെ എല്ലാം പേരാ എഴുതിയത്. വേറൊരാൾ പറഞ്ഞവർ ചെയ്ത പാവം എല്ലാം കൂടെ യേശു. അതാന്ന് ഈ ഭൂമി മൊത്തം തികയുകയല്ല, ഒരുത്തൻ്റെ തന്നെ എഴുതണമെങ്കിൽ. എഴുതിയത് എന്താന്ന് കൃത്യമായിട്ട് എഴുതി. യേശു ക്രിസ്തു ഒറ്റ പുസ്തകം എഴുതിയിട്ടില്ല. പക്ഷേ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പുസ്തകം യേശുവിൻ്റെ നാമത്തിൽ യേശുവിനെ പറ്റി എഴുതിക്കൊണ്ടിരിക്കും. ഇപ്പോഴും എഴുതുക. ചിലപ്പോൾ ഇതിനകത്തിരിക്കുന്നവരും ചിലപ്പം പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്നവരായിരിക്കും. നല്ലൊരാൾ പറയും, ഞാൻ പുസ്തകത്തിൻ്റെ പണിപ്പരയിലാന്ന് പറഞ്ഞു. വല്ലാത്തൊരു പെരയാ പുസ്തകത്തിൻ്റെ
പണിപ്പര. അപ്പോൾ യേശു ഒരു പുസ്തകം എഴുതിയിട്ടില്ല, ആകെ കൂടെ എഴുതിയത് മണ്ണിലൊന്ന് എഴുതിയതാ, അല്ല തള്ള ഓടിച്ചോണ്ട് വന്നപ്പോൾ. സ്തോത്രം, അങ്ങനെ ഒന്ന് എഴുതിയതേ ഉള്ളൂ. എന്തുവാ എഴുതിയെന്നൊന്നും അവിടെ എഴുതിയിട്ടില്ല, മണ്ണിൽ നിലത്തെ എഴുതിയെന്നേ ഉള്ളൂ. എന്തു ആയിക്കോട്ടെ, ഇനി അത് പറഞ്ഞ് തർക്കമൊന്നും വേണ്ട. പക്ഷേ അവിടത്തെ പറ്റി എത്ര പുസ്തകങ്ങളാ, ജ്ഞാനമുള്ളവരും ജ്ഞാനമില്ലാത്തവരും കഴിവുള്ളവരും കഴിവില്ലാത്തവരും എല്ലാം എഴുതിക്കൊണ്ടിരിക്കുക. അതാ യേശുവിൻ്റെ മഹിമ. യേശു ക്രിസ്തു ഒരൊറ്റ പാട്ട് പാടിയിട്ടില്ല. പിന്നെ ആകെ കൂടെ പാടിയെന്ന ഒരു പ്രയോഗം സ്തോത്രം പാടിയ ശേഷം ഒലിവുമലയ്ക്ക് പോകാൻ. അത് എന്ത് പാട്ടാണെന്ന് ചരിത്രം പഠിക്കുന്നവർക്കറിയാം. അല്ലാതെ ഒരു പാട്ട് യേശു പാടില്ല. പക്ഷെ യേശുവിനെ പറ്റി എല്ലാവരും പാടിക്കൊണ്ടിരിക്കുകയല്ലേ, എല്ലാവരും പാടുക. അക്രൈസ്തവരും പാടുന്നുണ്ട്, സ്തോത്രം എല്ലാവരും പാടുന്നുണ്ട്. ഒരു നമ്മുടെ നേരത്തെ MP ഉണ്ടായിരുന്നില്ല, രമ്യ അവിടെ IPC കൺവെൻഷൻ ചെന്നപ്പോൾ ഒരു പാട്ട് പാടി യേശുവിനെ പറ്റിയാ. ആ പാട്ട് ഏതാണെന്ന് ഞാൻ അങ്ങ് മറന്നുപോയി. എന്റെ അടുത്ത് നിൽക്കുവാൻ യേശു ഉണ്ട്, എല്ലാവരും. അപ്പം എല്ലാവരും പാടുക യേശുവിനെ പറ്റി. യേശു ഒരു പാട്ട് എഴുതിയില്ലെങ്കിലും അവിടത്തെ പറ്റി ഇന്നും പാട്ട് എഴുതിക്കൊണ്ടിരിക്കുക. ഇടയ്ക്ക് ഞാനും 2 പാട്ട് എഴുതി, അതിപ്പോൾ പാടുകയല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയല്ല, വെറുതെ എന്തിനാ ആലോചന ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് വേറെ ഇഷ്ടം പോലെ പാട്ടിടങ്ങ് ഇയാൾ ഇത് പാടാനാണോ ഇങ്ങോട്ട്, അതുകൊണ്ട് ഞാൻ പാടുന്നില്ല, ഞാൻ എഴുതിയ പാട്ട്. അപ്പൊ എന്തായാലും അവിടുന്ന് ഒരു പാട്ട് പോലും എഴുതിയിട്ടില്ലെങ്കിലും അവിടുത്തെ പറ്റി ഇന്നും പാടിക്കൊണ്ടിരിക്കുക. അതാ യേശുവിൻ്റെ മഹിമ. സ്തോത്രം. ഒരു പ്രത്യേക സ്ഥലത്ത് നിങ്ങൾ ശ്രദ്ധിച്ചേ, പലസ്തീനിൽ മാത്രമാണ് യേശു ജീവിച്ചത്. ആ ദേശം വിട്ട് വേറെ ഇന്ത്യയിലൊക്കെ വന്നെന്ന് ഏതോ പൊട്ടന്മാരൊക്കെ പറയുന്നുണ്ട്. കാശ്മീരി വന്നെന്നോ ഏണ്ട അഭ്യാസമല്ല യേശു പഠിച്ചെന്നോ. ഇവിടുത്തെ അഭ്യാസം അധികം ഇറക്കാതിരിക്കുന്നതാണ് നല്ലത്. യേശു അഭ്യാസമെല്ലാം പഠിച്ചെന്നോ. ആ അഭ്യാസമെല്ലാം പഠിച്ചാണ് കടലിന്റെ മീതെ കൂടെ നടന്നത്. അയ്യോ എന്തെല്ലാം പൊട്ടത്തരമാ. യോഗ, യേശു യോഗ പഠിച്ചെന്നാ. വേട് കിട്ടിയില്ല. അതാ യേശു ഇങ്ങോട്ടൊന്നും വന്നില്ല. കാരണം വന്നില്ലെന്നുള്ള ഒരു തെളിവ് അവൻ പതിവ് പോലെ ദൈവാലയത്തിൽ ചെന്നു. എല്ലാ ദിവസവും അവിടെ ഉണ്ടായിരുന്നു. പതിവ് പോലെ അവൻ ദൈവാലയത്തിൽ ചെന്നു. ഇന്നായിരുന്നെങ്കിൽ നമുക്ക് ഒന്ന് വിശ്വസിക്കാൻ വരാൻ സാധ്യതയുണ്ട്. രാവിലത്തെ ഫ്ലൈറ്റിന് പുള്ളി പഞ്ചാബിലൊന്ന് വന്നേച്ച് അത്യാവശ്യം 2 മെസ്സേജ് പറഞ്ഞു. യോഗയുടെ ഒരു ശീലം പഠിച്ചേച്ച് പുള്ളി വൈകിട്ടത്തെ ഫ്ലൈറ്റിന് തിരിച്ചു പോയെന്ന് ഇന്നാന്നേ വിശ്വസിക്കാം. അന്ന് അതുമില്ല. അപ്പൊ യേശു പഞ്ചാബിലും വന്നില്ല, ഹരിയാനയിലും വന്നില്ല, കാശ്മീരിലും വന്നില്ല. യേശുവിനെ വരേണ്ട അങ്ങനത്തെ ഗതികേടൊന്നുമില്ല. യേശു അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്രത്യേക ഒരു ചെറിയ രാജ്യത്തിലാണ് യേശുവിൻ്റെ ജീവിതവും ശുശ്രൂഷയും, അല്ല കഷ്ടാനുഭവവും മരണവും അടക്കവും ഉയർപ്പും. പക്ഷേ ലോകം മുഴുവൻ യേശുവിനെ പറ്റി പ്രസംഗിക്കും. മനുഷ്യവർഗം ലോകത്തിൽ എവിടെല്ലാം ഉണ്ട് അവിടെല്ലാം യേശുവിനെ പറ്റി പ്രസംഗിക്കുക. ഇന്നിപ്പോ ഇവിടെ പ്രസംഗിക്കുമ്പോ താണ്ട കുറ്റൂര് നൂണ്ടിയുടെ കൺവെൻഷനും അവരും പ്രസംഗിക്കുക. സ്തോത്രം. അതിനെ ഓതറ ആൽത്തറയിൽ വേറൊരു പ്രസംഗം നടക്കുക. അത് കഴിഞ്ഞ് നെല്ലാട്ടോട്ട് പോകുമ്പം നമ്മുടെ ദാബോർ IPCയുടെ വാതൊക്കെ അവിടെയും പ്രസംഗിക്കുക. ഇതെന്ന് 3 ഞാൻ കണ്ടതാ, കാണാത്ത എത്ര എണ്ണം. ഈ അടുത്ത ഏരിയയില 5 കിലോമീറ്ററിനകത്തായി തുറവും. ഇതുപോലെ ലോകം മുഴുവൻ യേശുവിനെ പറ്റി പ്രസംഗിക്കുക. എല്ലാത്തിലും മേലായ നാമം, എല്ലാത്തിലും ശ്രേഷ്ഠ നാമം, സ്വർലോകരുടെയും ഭൂലോകരുടെയും മുഴങ്കാലുകൾ മടങ്ങുന്ന, അധോലോകരുടെയും മുഴങ്കാലുകൾ മടക്കുന്ന പരിശുദ്ധ നാമമാണ് യേശുവിന്റെ നാമം. ഇന്ന് രാത്രി കർത്താവിന് കരമുയർത്തി മഹത്വം കൊടുക്കുക. യേശു എല്ലാവരിലും വലിയവനാ, എല്ലാവരിലും ഉന്നതനാ. ഒരിക്കൽ കൂടി ദൈവത്തെ സ്തുതിച്ചാട്ടെ. യേശുവാരിലും ഉന്നതനാമൻ ആത്മസഖ അവനെ തായ് മറക്ക എങ്കിലു എന്നെ മറക്ക സ്നേഹിതനേ. യേശുവാരിലും ഉന്നതനാമൻ ആത്മസഖ അവനെ ആമേൻ തായ് മറക്ക എങ്കിലു എന്നെ മറക്ക സ്നേഹിതനേ. യേശു എല്ലാവരിലും ഉന്നതനാ. ദൈവത്തിന്റെ മഹത്വം.
ആ യേശു ക്രിസ്തു അതാണ് സുവിശേഷം. യേശുക്രിസ്തു ഒരു വിഭാഗത്തിന്റെ മതത്തിന്റെ സംഘടനയുടെ ഒരു ഗ്രൂപ്പിന്റെ ആളല്ല, ദൈവമല്ല. അവിടുന്ന് മുഴു ലോകത്തിന്റെയും ദൈവമാണ്. ഏത് കുലത്തിലും നിറത്തിലും നിലവാരത്തിലും മതത്തിലും സംഘടനയിലും ഏത് ആമൻ അനുഭവത്തിൽ നിൽക്കുന്ന വ്യക്തികൾക്കും യേശുവിനെ അറിയുകയും ആരാധിക്കുകയും സേവിക്കുകയും സ്നേഹിക്കുകയും അനുഗമിക്കുകയും ആമൻ പിന്തുടരുകയും ചെയ്യാം. യേശു എല്ലാവരിലും ശ്രേഷ്ഠനാണ്. ദൈവത്തിന്റെ മഹത്വം. എല്ലാവരിലും വലിയവനായ യേശു. ദൈവത്തിന്റെ മഹത്വം. മനുഷ്യനായി ജാതിയും വർഗവും വർണ്ണവും ഒക്കെ മനുഷ്യൻ ഒപ്പിച്ചു വെച്ച വിനകൃതികളാണ്. ഞാൻ ചിലർക്ക് ഒരു ചിന്തയുണ്ട്, ഞാൻ ഇച്ചിരി കൂടിയതാ, പുള്ളി ഇച്ചിരി കുറഞ്ഞതാ. ഈ അക്രൈസ്തവരും നിരീശ്വരവാദികളും അല്ലെങ്കിൽ മറ്റ് ഇതര ആൾക്കാർ ചിന്തിക്കുന്ന അതവിടെ നിൽക്കട്ടെ. ഈ പെന്തിക്കോസുകാർ ചിന്തിക്കുന്നതാ സങ്കടം. വിശേഷിച്ച് ക്രൈസ്തവരെന്ന് അഭിമാനിക്കുന്നവർ ചിന്തിക്കുന്നതാ അബദ്ധം. കാരണം ഒറ്റ വാക്യം മതി ഇത് തെളിയിക്കാൻ. വേദപുസ്തകത്തിലെ പ്രമാണം ഇതാ: ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കി. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ എണ്ണ ഒരെണ്ണത്തിന്റെയാ. വിശ്വാസമില്ലെന്ന് എനിക്കറിയാം. നീ ഇപ്പം വിശ്വസിപ്പിച്ചിട്ടും വലിയ കാര്യമില്ല, പരുവക്കേടായി. ഞാൻ വേദപുസ്തകത്തിലെ കാര്യമാ പറഞ്ഞത്. ഞാനത് വിശ്വസിക്കുന്നയാളാ. ആ രീതിയിലായി എൻ്റെ ഇടപാടും. സ്തോത്രം. ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കി. 5 ദിവസം കൊണ്ട് ഭൂചര കേചര വസ്തുക്കളെ മുഴുവൻ ദൈവം സൃഷ്ടിച്ചു. 6-ാമത്തെ ദിവസം അവിടുത്തെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. ആ മനുഷ്യന്റെ മൂക്കിൽ അവിടുന്ന് ഊതി ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി. ഇതാണ് മനുഷ്യ സൃഷ്ടി. ആ ഒറ്റ വ്യക്തിയിൽ നിന്ന ഇന്ന് ഈ ഭൂമിയിൽ പാർക്കുന്ന സകല മനുഷ്യരും അല്ലെന്ന് എന്തെങ്കിലും തർക്കം ഉണ്ടെങ്കിൽ ഇപ്പോൾ എഴുന്നേറ്റുന്നത് തെളിയിക്കണം. അങ്ങനൊന്നും അല്ല, ഞങ്ങൾ വേറെ കേസാ എന്ന് ഉണ്ടെങ്കിൽ ഇപ്പോൾ എഴുന്നേക്കണം. അതല്ല, ഇപ്പോൾ എഴുന്നേക്കുന്നില്ലെങ്കിൽ വിവാഹ ശുശ്രൂഷയ്ക്ക് ദൈവദാസന്മാര് പറയുമ്പോൾ ഇപ്പോൾ മൗനമായിരിക്കുന്നത് പോലെ ഈ വിഷയത്തിൽ ഏരിയയിലെങ്ങും കല്യാണം നടന്നിട്ടില്ല. എല്ലാം കല്യാണം കഴിക്കുന്ന സമയത്താണല്ലോ എന്നത്, അതുകൊണ്ട് കേട്ടില്ല. അപ്പൊ എന്തായാലും ഒരു കാര്യം പറയാം, സകല മനുഷ്യരും ഒരു വ്യക്തിയിൽ നിന്ന് ഉടലെടുത്തതാണ്, ആദാം എന്ന വ്യക്തിയിൽ നിന്ന്. അപ്പോൾ ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കി. എല്ലാരും ഒരുത്തന്റെ സന്തതികളാണ്. അതെ, അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ച്, ഒരു തല, 2 കണ്ണ്, ഒരു മൂക്ക്, അതിന് 2 തുള, 3 തുളയുള്ള ആരെങ്കിലും ഉണ്ടെന്ന് കൈപൊക്കി. പക്ഷെ ഞാൻ വേറെ കേസാ, എൻ്റെ മൂക്കിന് 3 തുള. അല്ല, നിങ്ങൾ, ഞാൻ തമാശ പറഞ്ഞതല്ല, ഒറ്റ ഒരുത്തൻ്റെതാന്ന് തെളിയിക്കുക. അല്ല, നിനക്കൊരു 3 തുള ഇതിൽ, പിന്നെ ഒരു 2 തുള അല്ലല്ല, ദൈവം സൃഷ്ടിച്ചതാ. ഒരു വായല്ലേ ഉള്ളൂ, ഒറ്റ ഒരുത്തൻ്റെയാ. ഇതൊക്കെ അതിൻ്റെ തെളിവ്. 2 ചെവിയേ ഉള്ളൂ. അതോ ഓരോരുത്തർ ചെവിയുണ്ടോ? എല്ലാവർക്കും ഇതതിൻ്റെ കാരണം ഇത് ഒരുത്തൻ്റെ സന്തതിയാ. സ്തോത്രം. 2 കാല്, 2 കയ്യ്. അപ്പൊ ഇത് ഒറ്റ ഒരുത്തൻ്റെതാ, അല്ലാത്തതെല്ലാം പരുവക്കേടാ. അതിപ്പോ അങ്ങനെ പറയുന്നുള്ളൂ. ദൈവത്തിന് മഹത്വം. ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കി. മനുഷ്യജാതി മുഴുവൻ ഒരു വ്യക്തിയിൽ നിന്ന് ഉടലെടുത്തതാ. ദൈവത്തിന് മഹത്വം. അങ്ങനെയുള്ള തിരുവചനത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇടയ്ക്ക് കയറി പറയാം, പലരും പറയുന്നത് പോലെ ഇത് കുരങ്ങ് രൂപാന്തരപ്പെട്ട് വന്നത് അല്ല. ഇരിപ്പ് കണ്ട ചിലയിടത്ത് എന്ന് നോട്ടോ ഇരിപ്പും കണ്ട അങ്ങനെ നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോകും. ഒരു സന്തോഷവും ഇല്ല, പ്രത്യാശയില്ല. ആ നോട്ടോ ഇരിപ്പൊക്കെ കണ്ട ഡാർവിൻ പറഞ്ഞതാണോ ശരിയെന്ന് ചിലപ്പോൾ തോന്നിപ്പോകാറുണ്ട്. ഇവിടെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഇടയ്ക്ക് എന്നെ കൊണ്ട് അങ്ങനെ തോന്നിപ്പിക്കരുത്. ദൈവത്തിന് മഹത്വം. സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയിരിക്കണം. ഇത് കുരങ്ങ് രൂപാന്തരപ്പെട്ട് വന്നതല്ല. സർവജ്ഞനായ ദൈവത്തിന്റെ സൃഷ്ടിയുടെ മണിമകുടമാ മനുഷ്യൻ.
അങ്ങനെ ആ പുസ്തകത്തിന്റെ വാക്യം ഭയങ്കരവും അതിശയവുമായിട്ട് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുക. ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ എന്ത് ശ്രേഷ്ഠമായിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ മഹത്വം. 6-ാം ദിനത്തിൽ ആത്മപാപം പ്രമാണമാക്കി നേരായി ചമച്ചതിന്റെ രൂപം. എത്ര കൃത്യമായിട്ടാണ് ദൈവം ഒപ്പിച്ചു വെച്ചേക്കുന്നത്. അപ്പോൾ 5 ദിവസം കൊണ്ട് ഭൂചരകേചര വസ്തുക്കളെ മുഴുവൻ ദൈവം സൃഷ്ടിച്ച് തദനന്തരം 6-ാമത്തെ ദിവസം ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. അപ്പൊ സാറ് കൊടുത്തിരിക്കുന്ന പ്രയോഗമാ അത്. നമ്മുടെ എല്ലാ അപ്പനെ ഈ പാട്ടറിയാമായിരുന്നു. പെങ്ങളെ കെട്ടിച്ചത് കല്ലിശ്ശേരി. ഓ അച്ഛൻ വീട്ടുപേര് ഞാൻ മറന്നുപോയി. കൊള്ളുകാലത്തെ വീടാന്ന് ഉറക്കെ പറ. പറങ്ങാമൂട്ടി അങ്ങനെ ഉറക്കെ പറ. പിന്നെ സ്തോത്രം. അപ്പൊ ഞാൻ എത്ര സുഖമല്ലെന്ന് തോന്നുന്നു പറങ്ങാമൂട്ടുകാരുമായിട്ട്. നല്ല വീടാണ്. അപ്പൊ അവിടുത്തെ അച്ഛനെ അദ്ദേഹത്തിന്റെ പെങ്ങളെ അവിടെ പഴയ ബ്രദറുകാരാ. അപ്പൊ അവർക്ക് ആ പാട്ടൊക്കെ അറിയാം. നമ്മുടെ ഇടയിലും ചിലർക്ക് അറിയാം. അപ്പൊ എത്ര കൃത്യമായിട്ടാണ് സാറ് കൊടുത്തിരിക്കുന്നത്. 6-ാം ദിനത്തിൽ ആത്മപാപം പ്രമാണമാക്കി നേരായി ചമച്ചതിന്റെ രൂപം, അതിന്റെ ശേഷം നാരികെ ഉരുവാക്കി ദൈവം ഗാഠനിദ്ര വരുത്തിയ ചെയ്യും. നേരത്തെ പറഞ്ഞൊന്നും അല്ല സൃഷ്ടിച്ചത്. അങ്ങനെ പറയായിരുന്നേ ആദാം പറയാൻ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ചോദിച്ചോളാം, ആലോക്യമൊന്നും ഇല്ല. നേരത്തെ പറയുകയാണെങ്കിൽ സമ്മതിക്കുകയല്ല. തള്ള ഇത്രയാണെന്നറിയായിരുന്നെങ്കിൽ ആദാം പറയാം വൈകുന്നേരം വന്നാൽ മതി, ഞാനിവിടെ കാണും, ഞാനും അങ്ങ് ഓടിപ്പോവുകയല്ല, ജോലിയെല്ലാം കഴിഞ്ഞ് ഞാൻ വിടുന്നുള്ള നമുക്ക് രണ്ടൊക്കെ വർത്താനം പറയുകയും പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാന്ന് പക്ഷേ ദൈവം ഇത് പറഞ്ഞില്ല. പുള്ളിക്ക് ഒരു ഗാഠനിദ്ര വരുത്തി നല്ല ഉറക്കമായപ്പം ഒരു വാരിയല് ഉരിഞ്ഞെടുത്ത് മണ്ണുകൊണ്ട് മെടഞ്ഞ് സ്ത്രീയെ സൃഷ്ടിച്ച് വാമഭാഗത്ത് കൊണ്ട് നിർത്തി. പുള്ളി ഉറക്കത്തിന്റെ കെട്ടുവിട്ടപ്പോൾ അന്തം വിട്ടു പോയി നിൽക്കുന്ന സൗന്ദര്യത്തിന്റെ നിറകുടവാ. 6-ാം ദിനത്തിൽ ആത്മപാപം പ്രമാണമാക്കി നേരായി ചമച്ചതിന്റെ രൂപം, അതിന്റെ ശേഷം നാരികെ ഉരുവാക്കി ദൈവം പരമവർക്ക് പൂരിത ഭാഗ്യ വിചിഷ്ടമതാം ഒരു തോട്ടം. ഏതിന് കിഴക്ക് തോട്ടം ചമച്ചതിങ്കൽ ദൂരിത ദുഃഖമിരുത്തിയവർക്കൊരു വാട്ടം. ഒരു വാട്ടവും വരാതെ ദൂരിത ദുഃഖമിരുത്തി. ദൂരിത ദുഃഖമിരുത്തിയവർക്കൊരു വാട്ടം വര വിധം യോജിതം ഒന്ന് കൊടുത്തിത് കൽപ്പന ശ്രേഷ്ഠം. ശക്തമായ കൽപ്പന കൊടുത്തു. തോട്ടം കാക്കണം, തോട്ടത്തിൽ വേല ചെയ്യണം, സകലതിനെ അടക്കി ഭരിച്ചോണം, സന്താന സമ്പൽ സമൃദ്ധിയോടെ ഭൂമിയിൽ ജീവിക്കണം. ഇതാ ദിവ്യോർജിതമൊന്നു കൊടുത്തത് കൽപ്പന ശ്രേഷ്ഠം. കന്നി പുജിപ്പാനോ അരുതൻ നറിവിൻ മരമായതിനിഷ്ടം. മറുത്തു ചൊന്നാൽ വരുമെ മരണമെന്നാൽ ഒരു നിഗമില്ലതിന് കരുതണം നിങ്ങളെന്നു പരമൻ ചൊന്നവരോട്. വെള്ളങ്ങളിൻ മീതിൽ വസിച്ചാൻ പരമേശൻ താൻ, വെള്ളങ്ങളിൻ മീതിൽ വസിച്ചാൻ. അപ്പോൾ ഇതെല്ലാം ദൈവത്തിന്റെ സൃഷ്ടിയുടെ വിശേഷതയാ. ഭയങ്കരവും അതിശയകരമായിട്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ഇതാണ് മനുഷ്യ സൃഷ്ടി. ആ ഒറ്റ മനുഷ്യനിൽ നിന്നാണ് ഭൂമിയിൽ ജീവിക്കുന്ന സകല മനുഷ്യരും സംജാതരായത്. ഈ ചിന്ത എപ്പോഴും നമ്മളെ ഭരിക്കണം. ഈ ചിന്തയോടെ വേണം മനുഷ്യൻ ഇടപെടാൻ. അല്ലാതെ ജാതിയുടെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും കുലത്തിന്റെയും നിറത്തിന്റെയും നിലവാരത്തിന്റെയും പേര് പറഞ്ഞ് അടിപിടി കൂടുകയും കടിപിടി കൂടുകയും പോര് വിളിക്കുകയും ഒന്നും ചെയ്യരുത്. വിശേഷിച്ച് ദൈവമക്കളെങ്കിലും ഇത് മനസ്സിലാക്കിയിരിക്കണം. സ്തോത്രം. ദൈവമക്കളെങ്കിലും ഇത് മനസ്സിലാക്കി ഇത് അറിഞ്ഞു വേണം ഇടപെടാൻ. നമുക്ക് ആ ഭാഗം വിട്ടേക്കാം. അപ്പോൾ മനുഷ്യവർഗത്തെ രക്ഷിപ്പാനാണ് യേശു ഈ ഭൂമിയിൽ അവതരിച്ചത്. അപ്പൊ സുവിശേഷം എന്തെന്ന് ചോദിച്ചാൽ അത് കർത്താവാകുന്ന യേശു ക്രിസ്തു, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവിൻ. അതാകുന്ന സുവിശേഷം. ആ സുവിശേഷത്തിന്റെ വിശേഷതയാണ് മത്തായി യേശു ക്രിസ്തു രാജാവാണെന്ന് തെളിയിക്കുക. സ്തോത്രം. യേശു ക്രിസ്തുവിനെ രാജാവായി ഭൂമിയിൽ ഭരണം ചെയ്യും. അതുവരെ ഇവിടെ ആര് ഭരിച്ചാലും ശരിയാകുകയില്ല. ശരിയാക്കാന്നൊക്കെ പറഞ്ഞാലും പുസ്തകം പഠിപ്പിക്കുന്നത് ശരിയാകുകയില്ലെന്നാ. ശരിയാകത്തില്ല. കാരണം ദാനിയേൽ പ്രവചനത്തിൽ വായിക്കുന്നത് ഇരുമ്പും കളിമണ്ണുമാണ്. ഇത് തമ്മിൽ യോജിക്കത്തില്ല. സ്തോത്രം. ആ ഇരുമ്പും കളിമണ്ണും കാലൻ അങ്ങനാന്നല്ലോ കണ്ടത്, ഇരുമ്പും കളിമണ്ണും. അത് യോജിക്കാതെ വരുമ്പോഴാ കൈതൊടാതൊരു കല്ല്
ഒരു കല്ല് മിക്കവാറും ഒരു കല്ല് വരാൻ സാധ്യതയുണ്ട് ഈ ഇരിപ്പിരുന്ന. ഉന്നതമായ ഗിരിക്കുമേൽ നിന്ന് വന്നിടും കല്ലു പാതാന്തികെ ചെന്നു. ഉന്നതമായ ഗിരിക്കുമേൽ നിന്ന് വന്നിടും കല്ലു പാതാന്തികെ ചെന്നു. ചൂർണീകരിക്കും ഈ രാജ്യങ്ങളന്ന് വന്ന കല്ലു വന്മലയ്ക്കു തുല്യമായി നിറഞ്ഞു വാഴു. അഞ്ചാം രാജിതം ഉണ്ടാമേ ഭരമഞ്ചാം രാജിതം ഉണ്ടാമേ. വമ്പൻ 4 സാമ്രാജ്യങ്ങൾ തകർന്നല്ലോ. ബാബിലോൺ സാമ്രാജ്യവും മേദ്യ പെർഷ്യ സാമ്രാജ്യവും ഗ്രീക്ക് സാമ്രാജ്യവും റോമൻ കാളായസത്തിന്റെ കാഠിന്യമുണ്ടെന്ന റോമൻ സാമ്രാജ്യം. ഇരുമ്പ് പോലെ കാളായസം, ഇരുമ്പ്. അപ്പോൾ കാളായസത്തിന്റെ കാഠിന്യമുള്ള റോമൻ സാമ്രാജ്യവും നാമാവശേഷമായി. ഇപ്പോൾ ഉള്ളതായി ഇരുമ്പും കളിമണ്ണും യോജിക്കുന്നില്ല. കണ്ടോണ്ടിരിക്കുകയല്ലേ, യോജിക്കുന്നില്ലല്ലോ. കുറച്ചാൾ ഈ പാർട്ടി നിന്നു, എടുത്തൊരു ചാട്ടം അങ്ങോട്ട് ചെന്നു, അവിടെ ചാടി, കുറച്ച് നേരം നിന്നപ്പോൾ പരുവക്കടന്ന് നേരെ ഇങ്ങോട്ട് ചാടി. സ്തോത്രം. ഇപ്പൊ നമ്മൾ കണ്ടോണ്ടൊക്കെ ഇരിക്കുക, MLA-മാരെ എല്ലാം മോട്ടിച്ചോണ്ട് പോവുക. MLA ആയാലും പ്രശ്നമാണ്, പേടിച്ചാ നടക്കുന്നത്. കാരണം എപ്പോഴാ വണ്ടിയെ കയറ്റി കൊണ്ടുപോയി എല്ലാവരും പേടിയാ. ചിലർക്ക് പോകണമെന്നില്ല, പക്ഷെ വെപ്രാളം കയറി. എന്നാന്നൊന്നും ഞാൻ വിവരിക്കണ്ട, നിങ്ങൾക്കറിയാം. സ്തോത്രം. വെറുതെ എന്തിനാ തല്ല് മേടിക്കുന്നത് യോഗത്തിന്? അപ്പം അതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകേണ്ട നമ്മുടെ വിഷയമല്ല. ഇത് ഞാൻ സൂചിപ്പിച്ചത് ഇത് യോജിക്കത്തില്ല. ഇങ്ങനെ യോജിക്കാതിരിക്കുന്ന സമയത്താണ് കൈതൊടാതൊരു കല്ല്. അത് യേശുവിൻ്റെ നിത്യരാജ്യത്വമാണ്. യേശുക്രിസ്തുവിന്റെ ആ നിത്യഭരണമാ. യേശുക്രിസ്തു രാജാവായി ഈ ഭൂമിയിൽ വാഴും. ആ വാഴ്ചയെ പറ്റി യെശയ്യാ പ്രവചനം 32 നമ്മൾ വായിക്കുന്നു. ആ യെശയ്യാവ് 62-ാം അധ്യായവും 63 ഒക്കെ 66 ഒക്കെ നിങ്ങൾ ചേർത്ത് പഠിച്ച് യേശുവിന്റെ ആ ശ്രേഷ്ഠമേറിയ ഭരണം, ചെന്നായും കുഞ്ഞാടും പുള്ളിപ്പുലിയും എല്ലാം കൂടെ ഒന്നിച്ച് പാർക്കുക. ഒരടി പിടിയില്ല, കേസില്ല, 1000 കൊല്ലമായി ഇവിടെ ഭരിക്കുന്നു. സുസ്ഥിരമായ ഭരണം. അന്ന് അക്രമമില്ല, അനീതി, അടിപിടിയില്ല, കേസില്ല, കോടതിയില്ല, വഴക്കില്ല, മുക്കാറില്ല, കത്തിക്കുത്തില്ല, മലപ്പുറം കത്തി കാണാനേ ഇല്ല, ഇടികട്ട, നെഞ്ചക്കെ, വടിവാള്, നാടൻ ബോംബ്, മുളക് പൊടി, ഒന്നുമില്ല. കാരണം എന്നാ? ഇതെല്ലാം ഒപ്പിക്കുന്ന പുള്ളിയെ പിടിച്ച് ബന്ധിച്ചു വെച്ചേക്കുക 1000 ആണ്ട്. ഒരു സന്തോഷവും ഇല്ല, പ്രത്യാശയില്ല. അതൊക്കെ ഞാൻ പറഞ്ഞതുകൊണ്ട് ഇപ്പൊ ലിയാന്ന് വെക്കാം, വലിയ കാര്യമില്ല. ദൈവത്തിന്റെ മഹത്വം. സർപ്പത്തിന്റെ പൊത്തിക്കൊണ്ട് ഇവൻ കൈയിടും. എന്റെ കാര്യ പറഞ്ഞു. യോഗത്തിന് അടങ്ങിയിരുന്നില്ലെങ്കിൽ പിള്ളേര്, ചെറിയ ബാലകൻ സർപ്പത്തിന്റെ പൊത്തിക്കൊണ്ട് കൈയിടും. ബാബാ സുരേഷ് വരണ്ട, സർപ്പം ഒന്നും ചെയ്യത്തില്ല. കാരണം ഒരു വിഷവും ചീറ്റുകയല്ല, കടിക്കത്തുമില്ല. ചെന്നായും കുഞ്ഞാടും എല്ലാം കൂടെ ഒന്നിച്ചാ മേയുന്നതേ. സിംഹം കാള പോൽ പുല്ലു തിന്നിടും, പുള്ളിപ്പുലിയും ഗോതമതുപോൽ. സിംഹം കാള പോൽ പുല്ലു തിന്നിടും, പുള്ളിപ്പുലിയും ഗോതമതുപോൽ. സർപ്പത്തിൻ പോത്തിൽ കളിച്ചിടും, സർപ്പത്തിൻ പോത്തിൽ കളിച്ചിടും. ചെറിയ ശിശുക്കൾ യേശുവിൻ്റെ രാജ്യേ വരുന്നു പരമേശൻ. ഇപ്പാരിൽ ഭരണം ഭരമേൽപ്പാൻ. ആമേൻ. വരുന്നു പരമേശൻ. ഇപ്പാരിൽ ഭരണം ഭരമേൽപ്പാൻ. മുടന്തർമാനിനെ പോലെ ചാടിയിടും, ഊമന്മാരും ഉല്ലസിച്ചാർക്കും. മുടന്തർമാനിനെ പോലെ ചാടിയിടും, ഊമന്മാരും ഉല്ലസിച്ചാർക്കും. കുരുടന്മാരുടെ കണ്ണു തുറക്കും, കുരുടന്മാരുടെ കണ്ണു തുറക്കും. ഒഴിയും ശാപമശേഷം വരുന്നു പരമേശൻ.
ഈ പാരിൽ ഭരണം ഭരമേൽപ്പാൻ ഓരോ ദിന പരിശോധനയിൽ സ്ഥിരമായി വിജയം പ്രാപിച്ചവരെ പാടാൻ നേരമില്ല. അപ്പോൾ യേശുക്രിസ്തു രാജാവായി ഈ ഭൂമിയിൽ ഭരിക്കും. അതുകൊണ്ട് അവിടുന്ന് രാജാവാണ്. മാത്രമല്ല ക്രിസ്തു യേശു സമ്പൂർണ്ണ മനുഷ്യനായി ഈ ഭൂമിയിൽ ജീവിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസവും പ്രസംഗിച്ചും പറഞ്ഞു, യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ സമ്പൂർണ്ണ ദൈവവും സമ്പൂർണ്ണ മനുഷ്യനുമായിട്ടാണ് ജീവിച്ചത്. സമ്പൂർണ്ണ മനുഷ്യനായതുകൊണ്ടാ അവിടുന്ന് വിശന്ന് അത്തിയെ നോക്കി. ഉപവാസം കഴിഞ്ഞപ്പോഴും അവിടുന്ന് വിശന്നു, മനുഷ്യനായതുകൊണ്ട്. അവിടുന്ന് സമ്പൂർണ്ണ ദൈവമായതുകൊണ്ട് 5 അപ്പവും 2 മീനും തൃക്കരത്തിലെടുത്ത് സ്വർഗത്തേക്ക് നോക്കി ദൈവത്തെ വാഴ്ത്തി വിളമ്പാൻ പറഞ്ഞു. വിളമ്പി, എന്റെ ഭാഷയിൽ പറഞ്ഞ വിളമ്പി ഊപ്പാട് വന്നു. അല്ല, കഴിച്ചു ഊപ്പാട് വന്നവര് കാണും. വിളമ്പി ഊപ്പാട് വന്ന്, കഴിച്ചു ഊപ്പാട് വന്ന്, ബാക്കിയെല്ലാം ശേഷിച്ച കൊട്ടയിലും മട്ടയ്ക്കകത്തും എല്ലാം കൊണ്ടുപോയി, ദൈവമായതുകൊണ്ട്. ഹല്ലേലൂയ. ഇന്ന് ദൈവം കളിക്കുന്നവരുടെ ഒന്ന് കൊടുത്തേ, 5 അപ്പവും 2 മീനുമുള്ള അമ്മാമ്മ ഒന്ന് വാഴ്ത്തി തന്നാട്ടെ. ഒരു 5 ലക്ഷം പേരുണ്ട്. തള്ള ഉണ്ട ഇടും, തള്ള ആടി കടലിൽ മുങ്ങി കിടക്കും. നേരെ പറയ കായല എന്നാ പിന്നെ അങ്ങോട്ട്. ഓ അമ്മാമ്മേ, 5 ലക്ഷം പേരുണ്ട് അല്ലെ, 5000 പേരുണ്ട്, എന്തോ ഉണ്ട് കയ്യിൽ. ദൈവം കളിച്ചിരിക്കുകയല്ലേ. 5 അപ്പവും 2 മീന്. അയ്യോടി, അത് എനിക്ക് പോലും തികയല്ലോ. അള്ള അത് മേടിച്ചോണ്ട് നേരെ പുറകെടുത്ത വാതിൽ കൂടെ എന്നെ നമ്മളെ എന്ത് ചെയ്യാ, ദൈവം തള്ള കാണുന്നില്ല എന്ന് പറഞ്ഞത് തള്ള. എന്നാൽ യേശു അങ്ങനല്ല, കഴിഞ്ഞ് കൊണ്ടുവരാൻ പറഞ്ഞു. പന്തിയായിട്ട് അങ്ങോട്ട് ഇരുത്തി, സ്വർഗത്തേക്ക് നോക്കി അപ്പവും മീനും എടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി. പീറ്ററോടൊക്കെ പറഞ്ഞു വിളമ്പിക്കോളം പറഞ്ഞു. വിളമ്പി നെവരാൻ ഒക്കുന്നില്ല, നിന്ന് വിളമ്പാൻ. സ്തോത്രം. നടുവിന്റെ കണ്ണിയകന്ന് കാണും മിക്കവാറും. വിളമ്പി ഊപ്പാട് വന്നു. 5 അപ്പവും ചെറുമീൻ 2 എടുത്തു വാഴ്ത്തി. 5 അപ്പവും ചെറുമീൻ 2 എടുത്ത് വാഴ്ത്തി. 5000 സംതൃപ്തിയേകിയൊരു 5000 സംതൃപ്തിയേകിയൊരു യേശു നായക വാഴ്ക ജീവനായക നിരന്തം. യേശു നായക വാഴ്ക ജീവനായക നിരന്തം. അപ്പൊ ശ്രദ്ധിക്കുക, ഞങ്ങള് പഴയ പാട്ടൊക്കെയാ പാടുന്ന, ഹാർമോണിയമൊക്കെ വേണം. ഇന്ന് പുള്ളി വന്നില്ല, അതിൻ്റെ ഒരു ചെറിയ ക്ഷീണം ഉണ്ട്. സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്നവരാണെങ്കിൽ നിങ്ങളും കൂടെ പാടിക്കോണം. അപ്പൊ എന്തായാലും അവിടുന്ന് പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ്. പൂർണ്ണ മനുഷ്യനായതുകൊണ്ട് യേശുവിന് വിശന്നു. പൂർണ്ണ ദൈവമായതുകൊണ്ട് അപ്പം എടുത്ത് വാഴ്ത്തി 5000 പോഷിച്ചു. ഹല്ലേലൂയ. അവിടുന്ന് പൂർണ്ണ മനുഷ്യനായതുകൊണ്ടാ ഉറക്കം വന്നത്. തലയണ വെച്ച് അവനത്ത് കിടന്ന് ഉറങ്ങി. സ്തോത്രം. ഉറക്കമില്ലാത്ത ആൾക്കാരുണ്ട്, പെട്ടെന്ന് എന്തെങ്കിലും കാര്യം ചെയ്യണം, ഒന്നേ പ്രാർത്ഥിച്ച് വിടുതലെടുക്കണം, ഇല്ലേ കാര്യങ്ങൾ. ഉറക്കമില്ലാത്തവരുണ്ട്. മനുഷ്യനാ ഉറങ്ങണം. അപ്പൊ പൂർണ്ണ മനുഷ്യനായതുകൊണ്ട് യേശു ഉറങ്ങി, അമരത്ത് തലകണ വെച്ച്. പൂർണ്ണ ദൈവമായതുകൊണ്ട് കാറ്റിനെയും കടലിനെയും ശാസിച്ചു. ശാന്തത വന്നു. സ്തോത്രം. ലോകമാം വൻകടലിൽ ഓളങ്ങളടിക്കുമ്പോൾ, ലോകമാം വൻകടലിൽ ഓളങ്ങളടിക്കുമ്പോൾ വിശ്വാസത്തിൻ പടകുകളെ എങ്ങനെ നമ്മുടെ ജീവിത പടകിനെ മുങ്ങാതക്കര എത്തിക്കും? എങ്ങനെ നമ്മുടെ ജീവിത പടകിനെ മുങ്ങാതക്കര എത്തിക്കും? എങ്ങനെ നമ്മുടെ ജീവിത പടകിനെ മുങ്ങാതക്കര എത്തിക്കും? ലോകമാം വൻകടലിൽ ഓളങ്ങളടിക്കുമ്പോൾ, ലോകമാം വൻകടലിൽ ഓളങ്ങളടിക്കുമ്പോൾ. അപ്പൊ കാറ്റും തിരമാലയും ഓളവും ഉയർന്നു വന്നപ്പോൾ അവിടുന്ന് പൂർണ്ണ ദൈവമായതുകൊണ്ട് ശാസിച്ചമർത്തി. ഒരു കാര്യത്തോടെ പറയാ, അവിടുന്ന് പൂർണ്ണ മനുഷ്യനായതുകൊണ്ടാ ലാസറിന്റെ ഭവനത്തിൽ, ദുഃഖഭവനത്തിൽ ചെന്ന്
അവരോടുകൂടെ കരഞ്ഞത്. പൂർണ്ണ മനുഷ്യനായതുകൊണ്ടാണ് കരഞ്ഞു. അവിടുന്ന് പൂർണ്ണ ദൈവമായതുകൊണ്ട് മരിച്ച് നാറ്റം വെച്ച് 4 ദിവസമായി ഇവനെ ഉയർപ്പിച്ചു. ആമേൻ. അപ്പൊ യേശുക്രിസ്തു പൂർണ്ണ മനുഷ്യനായി പൂർണ്ണ ദൈവമായി ഭൂമിയിൽ ജീവിച്ചയാളാ. ദൈവത്തിന്റെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഒരാൾ ചോദിച്ചു, യേശുവിന് ഇതൊക്കെ ഈ ഭൂമി വന്നപ്പോഴേ മനുഷ്യനല്ലേ, ഓരോന്നൊക്കെ കാണുമ്പം പ്രലോഭനം ഉണ്ടാകുകയല്ലേ എന്ന്. യുക്തിക്ക് ചോദിച്ചതാ, ഞാൻ അങ്ങ് ഓപ്പണായിട്ട് പറയാം. യേശു മനുഷ്യനല്ലയോ? മറിയയും മാർത്തയും സൂസന്നെയും യോഗന്നെയും ചലോമിയും പെണ്ണുങ്ങളെല്ലാം യോഗത്തിന് ഇഷ്ടം പോലെ വരികല്ലേ. അപ്പൊ യേശുവിന് അപ്പം മനുഷ്യൻ എന്നുള്ള നിലയിലെ, ശരിയാ, മനുഷ്യൻ എന്നുള്ള നിലയിലെ ആൾക്കാര് കാണുകയും എടുക്കുകയും ചെയ്യുന്നത്. പക്ഷെ അവിടുന്ന് പൂർണ്ണ ദൈവമാണ്. പ്രലോഭനം മറ്റ് ദുശ്ചിന്തകൾ വരാത്തതിന്റെ ഒരു കാര്യം അങ്ങ് പറഞ്ഞേക്കാം. അവിടുന്ന് സ്വർഗത്തിൽ നിന്നാ വന്ന്. അവിടെ ദൂതന്മാര് കോടിക്കണക്കിന് ദൂതന്മാരാ. ദൈവത്തിന്റെ രഥങ്ങൾ 1000 കോടി 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 കോടിയും കോടി കോടി ദൂതന്മാർ. യഹസ്കേൽ 28 യെശയ്യാ 14 ഒക്കെ ചേർത്ത് പഠിച്ചാൽ ആ ദൂതന്മാരുടെ സൃഷ്ടിയുടെ വിശേഷത ജ്ഞാനസമ്പൂർണരും സൗന്ദര്യ സമ്പൂർണരും. നിങ്ങളെന്ന് പറയണം. നിങ്ങൾക്ക് അരിശങ്കർ പറയാത്തായിരിക്കും. ദൂതന്മാരെ ജ്ഞാനസമ്പൂർണരും സൗന്ദര്യ സമ്പൂർണരും. അപ്പം ഒറ്റ വാക്ക് ഞാൻ എൻ്റെ എളിയ ചിന്ത അറിയാം. സൗന്ദര്യത്തിന്റെ നിറകുടങ്ങളാകുന്ന ദൂതന്മാരെയൊക്കെ കണ്ടുവച്ചാ ഇങ്ങോട്ട് വന്നേ ആ ഏജോടെ നിന്ന് കോന്നിരിക്കുന്ന ആൾക്കാരെ കണ്ടെന്നെ പറയാന് പിടി കിട്ടി കാണും. സ്തോത്രം. ഇതെല്ലാം അയ്യോ സ്വർഗം മഹിമ വെടിഞ്ഞാന്ന് ഇങ്ങോട്ട് വന്നത്. ഇവിടുത്തെ വലിയ വീട് കാണുമ്പോ യേശു ഇളകുകയല്ല. പെസക കഴിക്കാൻ വലിയ വീട്ടിലാണ് കയറിയത്. അവിടുത്തതോ അത് കണ്ടേച്ചാ ഇങ്ങോട്ട് പോകുന്നത്, അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ എന്ത് കണ്ടാലും അവിടത്തേക്ക് ഒരു കുഴപ്പവും വരികയല്ല. ആട്ടെ, ആ ഭാഗം അങ്ങനെ അങ്ങ് വിടുക. അവിടുന്ന് പൂർണ്ണ ദൈവമാണ്. അതെല്ലാം വെടിഞ്ഞ ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. ദൈവത്തിന്റെ മഹത്വം. ആട്ടെ, അപ്പോൾ യേശുക്രിസ്തു രാജാതി രാജാവാണ്. അവിടുന്ന് പൂർണ്ണ മനുഷ്യനായിരുന്നു. ദാസനായിട്ട് ഭൂമിയിൽ ജീവിച്ചു. അവിടുന്ന് സമ്പൂർണ്ണ ദൈവമായിരുന്നു. ഇതാണ് ഈ സുവിശേഷകരെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശുക്രിസ്തുവാണ് സുവിശേഷം. ആ സുവിശേഷത്താൽ ഈ മാർഗത്തിൽ വന്ന അപ്പോസ്തോലന്മാർ, അവരുടെ പ്രവൃത്തികളാണ് നമുക്കറിയാം അപ്പോസ്തോല പ്രവൃത്തി. ഇത് പെന്തിക്കോസുകാർക്കും ക്രൈസ്തവരാകുന്ന പ്രിയപ്പെട്ടവർക്ക് ഈ ഭാഗം അറിയാം. അറിയാത്ത ആരേലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ അറിവിനായി ഇത് മനസ്സിലാക്കി കൊടുക്കുന്നത്. അല്ലെ അതുങ്ങൾ പോകും, ഏതാണ്ട് ലേഖനമാണെന്ന് പറഞ്ഞാണ്ട് വായിച്ചു പുള്ളി ഏതാണ്ടല്ല പറഞ്ഞു ഒന്നും പിടികിട്ടില്ല. പിടികിട്ടാനായി ക്ലിയറായി തരുന്നത്. അവൾ സുവിശേഷം യേശുക്രിസ്തു. യേശുക്രിസ്തുവിന്റെ 4 വിശേഷതകൾ: രാജാതി രാജാവ്, സമ്പൂർണ്ണ മനുഷ്യൻ, ദാസരും അവിടുത്തെ വ്യക്തി, പൂർണ്ണ ദൈവം. ആ ദൈവമായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ഈ മാർഗത്തിൽ വന്ന അപ്പോസ്തോലന്മാർ, സകലതും വിട്ട് യേശുവിനെ അനുഗമിച്ച അപ്പോസ്തോലന്മാർ. ആ അപ്പോസ്തോലന്മാർ 12 പേര് യേശു തെരഞ്ഞെടുത്തു. ഒരു രാത്രി മുഴുവൻ യേശു പ്രാർത്ഥിച്ചു. 12 പേരെ യേശു തെരഞ്ഞെടുത്തു. എന്തിനാന്ന് തന്നോടുകൂടെ ഇരിപ്പാൻ, ഭൂതങ്ങളെ പുറത്താക്കുവാൻ, രോഗിയുടെ മേൽ കൈവച്ച് അവർക്ക് സൗഖ്യം വരണം, ദൈവത്തിന്റെ വചനം പ്രസംഗിക്കാൻ. അതിന് 12 പ്രാതാക്കൾ പത്രോസ്, ആന്ത്രയോസ്, യാക്കോബും. നമ്മൾ ചൊല്ലിയിട്ടില്ലേ? അയ്യോ, പ്രാതാക്കൾ പത്രോസ്. പാടിക്കാമേ, പള്ളിയിലും വെറുതെ പോയതാ. പത്രോസ്, ആന്ത്രയോസ്, യാക്കോബും യോഹന്നാനും ബർത്തലോമായി. പാടി ചൊല്ലിയിട്ടുള്ളതല്ലേ? അൽവായി തനയൻ യാക്കോബും, യാക്കോബീൻ പ്രാതാവാകും യൂദാസ്കരിയോത്തും. അമ്മച്ചാൻ ചൊല്ലിയിട്ടില്ല. അൽവായി തനയൻ യാക്കോബും, യാക്കോബീൻ പ്രാതാവാകും യൂദാസ്കരിയോത്തും. ഇങ്ങനെ 12 അപ്പോസ്തലന്മാര്. ഈ 12 പേരെ യേശു തെരഞ്ഞെടുത്തു. തന്നോടുകൂടെ ഇരിക്കുവാൻ, ഭൂതങ്ങളെ പുറത്താക്കാൻ, രോഗിയുടെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തുവാൻ, ദൈവവചനം പ്രസംഗിപ്പാൻ.
അങ്ങനെ അവരാൽ നടന്ന ശുശ്രൂഷകളാണ് അപ്പോസ്തല പ്രവൃത്തി. ആ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തിയാലും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ അനവധി നിരവധി സഭകൾ ഉടലെടുത്തു. ഏതാ സഭ? രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം. നമ്മൾ ഈ കാണുന്നതൊന്നും സഭയല്ല, അതെല്ലാം കെട്ടിടവും അല്ലെ വലിയ ബിൽഡിങ്ങും ആളും ബഹളവും ഓളവും ഒക്കെ നടക്കുന്നുള്ളൂ. ഏതാ സഭ? ഒറ്റവാക്കി പറഞ്ഞ സഭ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം. ഓരോ സഭക്കാരും പറയുന്നത് ഞങ്ങളുടെ സഭയായ ശരിയായ സഭ എന്നാ, ഇല്ലയോ? എല്ലാവരും അങ്ങനെ. കത്തോലിക്കര് പറയുന്നത് ശരിയായ സഭ കത്തോലിക്ക സഭയാണ്. കത്തോലിക്ക എന്നവര് തിരുസഭയെന്നേ അവർ പറയുള്ളൂ. തിരുസഭ റോമിൽ അവരുടെ ബഹുമാനപ്പെട്ട പോപ്പിന്റെ കീഴിൽ ലോകമെമ്പാടും പരന്ന് വിശൃതമായി കിടക്കുന്ന സഭ കത്തോലിക്ക സഭ. പെന്തിക്കോസ് ആ സഭയെന്ന് പറഞ്ഞു എന്നാൽ അല്ല, അവർ വല്ലതും പറഞ്ഞു പിടിപ്പിക്കല്ലേ, ചിലപ്പോൾ അവസരം കിട്ടിയാൽ നല്ല താങ്ങുന്നതാണ് സഭയാന്ന് പറഞ്ഞങ്ങോട്ട് ചെന്നാൽ അവർ അംഗീകരിക്കുകയല്ല. അപ്പൊ അവര് പറയുന്നത് ശരിയായ സഭ കത്തോലിക്ക സഭയാണ്. ലോകം മുഴുവൻ ഇങ്ങനെ പടർന്ന് കിടക്കുകയല്ലേ. അപ്പൊ അവരെ ഖണ്ഡിച്ചുകൊണ്ടാണ് പാരമ്പര്യം അവകാശപ്പെട്ട് യാക്കോബക്കാര് ഓർത്തഡോക്സ് പറയുന്നത് അന്ത്യോക്യയിലാണല്ലോ ക്രിസ്ത്യാനി എന്ന പേര് ഒക്കെ വന്ന് അന്ത്യോക്യയുടെ അധിപതിയുടെ കീഴിൽ ലോകം മുഴുവൻ പരന്നു കിടക്കുന്ന യാക്കോബായ ഓർത്തഡോക്സ് സഭകൾ. അന്ത്യോക്യ സഭ അതല്ലേ അന്ത്യോക്യയുടെ അധിപതി എന്നൊക്കെ അവര് പ്രയോഗമൊക്കെ നടത്തുന്നുണ്ട്. അപ്പൊ അവര് പറയുന്നത് അന്ത്യോക്യയിൽ ആരംഭിച്ച സഭ പാരമ്പര്യം അവരെ അവകാശപ്പെടുന്നത് ഓർത്തഡോക്സ് യാക്കോബായ സുറിയാനി സഭകൾ. അതിൽ തന്നെ രണ്ട് വിഭാഗം, അന്ത്യോക്യയുടെ കീഴിലും കോട്ടയത്ത് ദേവലോകം അരമനയുടെ കീഴിൽ കേരളത്തിലെ ആ ഭാഗത്തേക്ക് ഇപ്പൊ പോകണ്ട. അപ്പൊ അവര് പറയുന്നത് പാരമ്പര്യം ഞങ്ങൾക്ക്, കത്തോലിക്കർക്ക് അത്ര പാരമ്പര്യമില്ല, അവരിച്ചിരി പുറകോട്ട, ഞങ്ങളാണ് പഴയ ആൾക്കാർ, ശരിയായ സഭ അവരാന്നാ വാദിക്കുന്നത്. അപ്പൊ ഇവരെ കടത്തിപ്പെട്ടി മാർത്തോമക്കാർ പറയുന്നത് ശരിയായ സഭ മാർത്തോമാ സഭയാണ്. അടുത്ത കാലത്ത് ആരംഭിച്ചത് എങ്കിലും പാരമ്പര്യം പറയുക AD 52 തോമാച്ചൻ കേരളത്തിലെ കൊടുങ്ങല്ലൂർ വന്നു, 4 ബ്രാഹ്മണ കുടുംബത്തെ മുക്കി. അതിന്റെ പിന്തുടർച്ച തോമാസിനികായുടെ മാർത്തോമൻ. അപ്പൊ അവര് പറയുന്നത് മാർത്തോമാ സഭ ഉണർവുണ്ടായി യാക്കോബായി എന്ന് അടുത്ത കാലത്ത് എന്ന് പറഞ്ഞാൽ 500 കൊല്ലമൊന്നും ആയില്ല. അപ്പോൾ അവര് പറയുന്നത് ശരിയായ സഭ മാർത്തോമാ സഭ, അതാണ് ശരിയായ ഉണർവ് സഭ. ഇവിടെ കല്ലിശ്ശേരി കടവിൽ മാളികയിൽ 10-12 പേര് ഇന്ന് പ്രാർത്ഥിച്ച് ഉണർവുണ്ട്. അവിടെ ഒരു കടവിൽ മാളികയുണ്ട്, വല്ലപ്പോഴും ഒക്കെ ഒന്ന് പോയി കണ്ടോണം അവിടെ ഇരുന്ന്. അപ്പോൾ അവര് പറയുന്നത് ശരിയായ സഭ മാർത്തോമാ സഭയാണ്. എബ്രഹാം മൽപ്പാൻ പാലാക്കുന്നത്ത് അവിടെയൊക്കെ കാലത്തുണ്ടായി ഉണർവോടുകൂടി. അപ്പൊ അവര് പറയുന്നത് ശരിയായ സഭ മാർത്തോമാ സഭയാണ്. അപ്പൊ ഇവരെ കടത്തിവെട്ടിയാണ് CSI CMS സഭ, ആംഗ്ലിക്കൻ സഭകൾ. അത് മിശ്രതിമാരാൽ ഇവിടെ വന്ന് തുടങ്ങിയ സഭ ശരിയായ സഭ CMS, പിന്നെ അത് CSI. അവർ പറഞ്ഞ അതാ ശരിയായ സഭ എന്ന മിഷണറി സഭ. ഇനി പല പല വകുപ്പുകളുണ്ട്. തൃശ്ശൂർ സ്ഥലത്തുണ്ട് കൽദായ സുറിയാനി സഭ, കൽദായ സഭ. അവർ പറയുന്ന ശരിയായ സഭ കൽദായ സുറിയാനി സഭ എന്ന, അവർക്ക് പരമാധ്യക്ഷനുമൊക്കെ ഉണ്ട്. അപ്പോൾ തന്നെ കേരളത്തിൽ വേറൊരു പ്രബല സഭയാണ് കനാനായ സഭ. അത് കനാനായ കത്തോലിക്കരുമുണ്ട്, കനാനായ യാക്കോബക്കാരുമുണ്ട്. കോട്ടയത്തിന്റെ കീഴിലും ഇവിടെ ചിങ്ങവനത്തിന്റെ കീഴിലും. കിഴക്കിന്റെ വലിയ മെത്രാപ്പോലീത്തയായിരുന്ന ക്ലിമീസ് തിരുമേനി, വയല ഇടുക്കുള എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സഹോദരനാ ക്ലിമീസ് തിരുമേനി. അപ്പൊ അവര് പറയുന്നത് അതിന്റെ മറുഭാഗമാ കത്തോലിക്കര്, കനാനായ കത്തോലിക്കര്. അവര് പോപ്പിന്റെ കീഴില്, ഇവര് അന്ത്യോക്യ യാക്കോബായ. അപ്പൊ അവര് ഇവരോട് ആരോടും ഒട്ടമില്ലാത്ത നമ്മുടെ അമ്പച്ചനൊക്കെ ആ വകുപ്പായിരുന്നു. സ്തോത്രം. അവർ പറയുന്നത് ഞങ്ങള് കപ്പലെ വന്നതാന്നാ പറയുന്നത്. 72 കുടുംബം ഇല്ലയോ? സിറിയയിലെ ഉറകായിലെ എഡേസ തുറമുഖത്തിൽ നിന്ന് കപ്പലെ വന്നെന്നാ. അവർക്ക് പാട്ടുമൊക്കെ ഉണ്ട്. ഒത്തുതീരിച്ചവർ കപ്പൽ കയറി മലനാടു നോക്കി പുറപ്പെട്ടാറ്. പിന്നെ അടുത്ത എന്തുവാ? അതെല്ലാം വിട്ടല്ലോ അല്ലേ. കൊച്ചിയിലാഴി മൂകം കണ്ടവാറേ കൊടുങ്ങല്ലൂരങ്ങീതെ വന്നിറങ്ങി 7-4 വെടിയും വെച്ച് വെടിവെച്ചു ഗോപൂരം ശിപ്പായിമാരാവർ വിളികൊള്ളുന്നു വള്ളിത്തണ്ടിന്മേൽ കൊടിയും കുത്തി. അങ്ങനെ ഒരു പാട്ടില്ലേ. പിന്നെ ചെമ്പകശ്ശേരിയും കൂടെയുണ്ട് വെട്ടത്തൂ മന്നേനും ഉറകാമാർ യൗസേ പെഴുന്നള്ളുന്നു കത്തങ്ങൾ 4 അരികിലുണ്ട് ചെമ്പകശ്ശേരിയും കൂടെയുണ്ട് തൊമ്മൻ കീനാനവൻ. അതവിടെ അതിൻ്റെ ഇണക്ക് കിടക്കുന്നത്.
അപ്പൊ അവര് പറയുന്നത് ഇതൊക്കെ വേറെയാണ്, ഞങ്ങളാ ശരിയായ ഒറിജിനൽ ഞങ്ങളാണ് അവരുടെ വാദം. ശരിയായ സഭ. ഇപ്പൊ കണ്ണനമല്ലല്ലോ നമ്മുടെ വിഷയം. സ്തോത്രം. എന്തായാലും ഇവരെ കടത്തി വെട്ടിക്കൊണ്ടാണ് ബ്രദറൻ സഭക്കാർ പറയുന്നത് ശരിയായ സഭ ബ്രദറൻ സഭയാ, സഹോദര സഭ. ഒരു വാക്യം എടുത്ത് 8ആയിട്ട് കീറി, അത് കീറിയതിൻ്റെ ഒന്നെടുത്ത് 4ആയിട്ട് വേറൊരു ആള് കീറി, അതിൽ നിന്നൊരിടത്ത് വേറൊരു പുള്ളി 7ആയിട്ട് കീറാവുന്നതിൻ്റെ പരമാവധി ഒരു വാക്യം വെച്ച് കീറി തെളിയിക്കുക, അരക്കെട്ട് തെളിയിക്കും. അവര് പറയുന്നത് ശരിയായ സഭ ബ്രദറൻ സഭയാണ്. അപ്പൊ ഇവരെ കടത്തി വെട്ടിയാണ് പെന്തിക്കോസുകാര് രംഗത്ത് വന്നത്. ഇതൊന്നും സഭയല്ല, ശരിയായ സഭ പെന്തിക്കോസാണ്. എല്ലാവരും അങ്ങനെ അവനവൻ ഉൾപ്പെട്ട് നിൽക്കുന്ന അതാണ് ശരിയായ സഭ. എന്നാൽ വേദപുസ്തകം എന്തുവാ പറയുന്നത്? വേദപുസ്തകം പറയുന്ന ഒറ്റ പ്രമാണമുള്ളൂ, രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് ദൈവസഭ. ബാക്കി ഒന്നും ദൈവസഭയല്ല. ബാക്കിയെല്ലാം ബിൽഡിങ്ങും ചുറ്റുപാടും ആളും മേളോ ഓളവും ബഹളമാണ്. ദൈവസഭ ഏതെന്ന് ചോദിച്ചാൽ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് യേശു ക്രിസ്തുവിനെ ഉള്ളത്തിൽ ഏറ്റെടുത്ത്, കർത്താവേ അവിടുന്ന് എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചു വന്ന് വിശ്വസിക്കുന്നു, എൻ്റെ പാപം അവിടുന്ന് ക്ഷമിക്കണം, എൻ്റെ പാപത്തെ പൊറുക്കണം, അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ എന്നെ കഴുകി വെടിപ്പാക്കണം, എന്നെ അവിടുത്തെ മകനാക്കി മകളാക്കി തീർക്കണം, എൻ്റെ ഉള്ളത്തിലേക്ക് അവിടുന്ന് എഴുന്നള്ളി വരണം, എന്നെ രക്ഷിക്കണമെന്ന് അവൻ ഏറ്റുപറഞ്ഞ്, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നവരുടെ കൂട്ടം, അതാണ് ദൈവസഭ. അങ്ങനെ അപ്പോസ്തലന്മാരുടെ പ്രവർത്തനത്താലും പ്രവർത്തികളാലും അനവധി സഭകൾ ഉടലെടുത്തു. ഈ സഭയെ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കണം എന്ന് പറഞ്ഞാൽ യേശു വീണ്ടും വരും. ആ വരവിന് വേണ്ടി ഒരുക്കണം. ആ വരവിന് വേണ്ടി ഒരുക്കുവാൻ വാട്ടം, കറ, ചുളുക്കം, മാലിന്യം ഒന്നുമില്ലാതെ ശുദ്ധയും ശുഭ്രയുമായി തനിക്ക് മുൻനിർത്തേണ്ടതിന് അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി എന്ന് പുസ്തകത്തിൽ വാക്യമുണ്ട്. ലോകത്തിന്റെ മാലിന്യങ്ങൾ, ലോകത്തിന്റെ താടിമോടികൾ, ലോക ഇമ്പങ്ങളിലും ലോക ആഡംബരങ്ങളിൽ കുടുങ്ങിപ്പോകാതെ ജീവിത വിശുദ്ധി കാത്ത് വേർപാട് പാലിച്ച് ഓരോ ദിവസവും മാനസാന്തരപ്പെട്ട് വേഗം വരുന്ന കർത്താവിന് എതിരേൽപ്പാൻ അവൻ ഇങ്ങനെ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാകുന്ന സഭ ഒരുങ്ങണം. അവരെ ഒരുക്കിയെടുക്കുവാൻ വേണ്ട ഉപദേശങ്ങളാണ് ലേഖനം. ഞാനിത് വളരെ ലളിതമായിട്ടാ പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്കെല്ലാം മനസ്സിലാകുമല്ലോ. ഒരു 10 മണിയായിട്ട് വിളിക്കാൻ പറ. അപ്പൊ ശ്രദ്ധിച്ചേ, ഇങ്ങനെയുള്ള വ്യക്തികളെ ഒരുക്കിയെടുക്കാനുള്ളതാണ് ലേഖനം. പുതിയ നിയമത്തിൽ 21 ലേഖനമാണ്. റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ 21 ലേഖനം. ഈ 21 ലേഖനങ്ങളിൽ സിംഹഭാഗ ലേഖനങ്ങളും അപ്പോസ്തോലനാകുന്ന പൗലൂസിനാൽ എഴുതപ്പെട്ട ലേഖനമാണ്. ഏതാണ്ട് 14 ലേഖനം പൗലൂസിനാൽ എഴുതപ്പെട്ട ലേഖനമാണ്. ശിഷ്ടമുള്ള ലേഖനം യാക്കോബിന്റെ ഒരു ലേഖനം, യൂദയുടെ ഒരു ലേഖനം, പത്രോസിന്റെ 2 ലേഖനം, യോഹന്നാന്റെ 3 ലേഖനം. ഇങ്ങനെയാണ് മൊത്തം 21 ലേഖനം. അതിലെ പൗലോസിന്റെ 14 ലേഖനങ്ങളെ ദൈവശാസ്ത്രപരമായിട്ട് തരംതിരിച്ച് പഠിപ്പിക്കും. ഒന്ന്, രക്ഷാ തത്വശാസ്ത്രപ്രകാരമുള്ള ലേഖനം. 2, ക്രിസ്തുശാസ്ത്രത്തെ കീർത്തിക്കുന്ന ലേഖനം. 3, സഭാശാസ്ത്രപരമായ ലേഖനം. 4, അന്ത്യകാല ശാസ്ത്രപരമായ ലേഖനം. ശ്രദ്ധിക്കണം, എല്ലാവരും കേൾക്കണം, ഉറങ്ങരുത്. ഉറക്കം വരും, എനിക്കറിയാം. സ്തോത്രം. ഇങ്ങനത്തെ പ്രസംഗം കേട്ടാൽ വരാത്തവർക്ക് കൂടെ ഉറക്കം വരുമെന്നറിയാം. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഒന്ന് ഉറങ്ങാതിരിക്കും ഇച്ചിരി നേരം. അപ്പോൾ 1, രക്ഷാശാസ്ത്രം, 2, ക്രിസ്തുശാസ്ത്രം, 3, സഭാശാസ്ത്രം, 4, അന്ത്യകാല ശാസ്ത്രം. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതി വളരെ എന്നാലാവും വിധം ലളിതമായിട്ടാണ് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ മോനെ? മോക്ക് മനസ്സിലാകുന്നുണ്ടോ? മതി. നിങ്ങൾക്ക് പിന്നെ ഞാൻ പറയാത്ത പോയിന്റും കൂടെ അറിയാമല്ലോ, അതുകൊണ്ട് പിന്നെ നിങ്ങളോട് പറയണ്ട. പണ്ട് ഒരാൾ പറഞ്ഞു, ഇന്ന് ഞാൻ പ്രസംഗിക്കാൻ പോകുന്ന വിഷയം അറിയാവുന്നവർ കൈപൊക്കാൻ പറഞ്ഞു. പകുതി പേര് കൈപൊക്കി. നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങളോട് പറയണ്ട. അറിയാൻ പാടില്ലാത്തവർ ബാക്കിയുള്ളവർ പൊക്കി. അറിയാൻ പാടില്ലാത്ത നിങ്ങളോട് ഇനിയും പറഞ്ഞിട്ടും വലിയ കാര്യമില്ല, ഞാൻ ഇരിക്കുകയാണ് പറഞ്ഞു. പുള്ളി അങ്ങിരുന്നു. അറിയാവുന്ന നിങ്ങളോട് പറയുകയും വേണ്ട, അറിയാത്തവരോട് പറഞ്ഞിട്ട് വലിയ കാര്യമില്ല, ഞാൻ ഇരിക്കുക എന്ന് പറഞ്ഞ പോലെ അങ്ങനെ തോന്നുന്നുണ്ട് എനിക്ക്.
അപ്പൊ എന്തായാലും ഒന്ന് ക്രിസ്തുശാസ്ത്രം, ഒന്ന് രക്ഷാശാസ്ത്രം, 2 ക്രിസ്തുശാസ്ത്രം, 3 സഭാശാസ്ത്രം, 4 അന്ത്യകാല ശാസ്ത്രം. അതിൽ ക്രിസ്തുശാസ്ത്രത്തെ കീർത്തിക്കുന്ന ലേഖനങ്ങളുണ്ട്, രക്ഷാശാസ്ത്രത്തെ കീർത്തിക്കുന്ന ലേഖനം. റോമാലേഖനവും കൊരിന്ത്യലേഖനം ഒക്കെ പഠിച്ചാൽ രക്ഷാശാസ്ത്രത്തെ കീർത്തിക്കുക. എന്താ രക്ഷ? അത് നിത്യന്യായവിധി എന്നുള്ള രക്ഷയാണ്, നിത്യ നരകത്തിൽ നിന്നുള്ള രക്ഷയാ. നരകമുണ്ട്, സ്വർഗമുണ്ട്. നരകത്തിൽ ചാകാത്ത മുഴുവൻ കെടാത്ത തീയുമുണ്ട്. അവിടെ കരച്ചിലുണ്ട്, പല്ലുകടിയുണ്ട്, കൂരിരുട്ടുണ്ട്, ദണ്ഡനമുണ്ട്. വളരെ പ്രശ്നങ്ങളാ നരകത്തിലെ. കർത്താവിന്റെ മഹത്വം. ആ നരകത്തിൽ മനുഷ്യൻ പോകാൻ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. നരകം മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയതുമല്ല, പിശാചിനും അവന്റെ ദൂതന്മാർക്കുമാ. നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് നിത്യസ്വർഗമാണ്. അപ്പോൾ നരകത്തിൽ പോകുവാൻ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ മനുഷ്യൻ ഇഷ്ടപ്പെട്ടങ്ങ് പോവുക. അങ്ങോട്ട് പോകരുത്, നിത്യതയിലെത്തണം, സ്വർഗത്തിലെത്തണം. അവിടെ എപ്പോഴും നിത്യ സന്തോഷമാണ്. ദൈവത്തിന് നിത്യ ആനന്ദമാണ്, നിത്യ ആനന്ദമാണ്, നിത്യ സന്തോഷമാണ്. നമ്മളൊരു പാട്ട് പാടുക, നിത്യ നിത്യ സന്തോഷം ശിരസിൽ വഹിച്ചവർ നിത്യതയ്ക്കുള്ളിൽ മറയും. ഈ പെണ്ണുങ്ങളല്ല എൻ്റെ ശരിക്കും പാട്ട് പാട്. മരുമകളോടും അമ്മായിയോടും അണ്ണാക്ക് വെക്കാൻ നല്ല വിരുദാന്നല്ലോ. ഒത്തിരിക്കാ വന്ന് നിത്യ നിത്യ സന്തോഷം ശിരസിൽ വഹിച്ചവർ നിത്യതയ്ക്കുള്ളിൽ മറയും തീരുങ്കാലവും പുത്തനാം യെരൂശലേമിൽ എത്തും കാലം ഓർക്കുമ്പോൾ ഇത്തരയിൻ ഖേദമെല്ലാം മാഞ്ഞു പോകുമേ. പുത്തനാം യെരൂശലേം എത്തും കാലം ഓർക്കുമ്പോൾ ഇത്തരയിൻ ഖേദമെല്ലാം മാഞ്ഞു പോകുമേ. പട്ടിണി ഇല്ലാത്ത നാട്ടിൽ ഞാൻ കർത്താവ് ഒരുക്കുന്ന സന്തോഷ വീട്ടിൽ ഞാൻ കർത്താവ് ഒരുക്കുന്ന സന്തോഷ വീട്ടിൽ ഞാൻ മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജനേശുവോട് കൂടെ വാണിടും. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കേ. അതെ, ഓടിച്ച് മുമ്പോട്ട് പോകാൻ ഞാൻ അച്ഛനോട് സമയം ചോദിച്ചപ്പോൾ പോട്ടെന്നാ പറഞ്ഞത്. ഇനിയിപ്പോ പോട്ടെ അല്ല, ഇപ്പൊ എന്നാ ചെയ്യുന്നു. അപ്പൊ എന്തായാലും ശ്രദ്ധിക്കുക. എൻ്റെ പരുവത്തിന് ഞാൻ നിർത്താം. എനിക്കറിയാം നിർത്തേണ്ട എപ്പോഴാണ്. നിങ്ങളെ ലക്ഷണം കാണുമ്പോൾ എനിക്കറിയാം. അന്നേരം അങ്ങ് നിർത്തും. അപ്പൊ എന്തായാലും ശ്രദ്ധിക്കുക, ഈ സഭകൾ അനുഗ്രഹിക്കപ്പെടണം. അപ്പൊ രക്ഷാശാസ്ത്രം എന്തുവാ? രക്ഷ യേശുക്രിസ്തുവിൽ കൂടി രക്ഷ. മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ കീഴിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശുവിൻ്റെ പരിശുദ്ധ നാമം. രക്ഷിക്കപ്പെടാൻ 5 പൈസ മുടക്കണ്ട, അരക്കാശ് മുടക്കണ്ട, അരമൈല് നടക്കണ്ട, ഭൗതിക വസ്തുക്കളൊന്നും കൊണ്ട് കൊടുക്കണ്ട, ഒന്നും തിരുമുൽ കാഴ്ചയായിട്ടും കൊണ്ടുവരണ്ട. നിന്റെ ഹൃദയം കർത്താവിന് കൊടുക്കുക. അങ്ങനെ ആ പുസ്തകത്തിലെ വാക്യം, മകനെ നിന്റെ ഹൃദയം എനിക്ക് തരാൻ. യേശു നിന്റെ ഉള്ളിൽ വരും, യേശു ഹൃദയത്തിൽ വരും. ഒരു പൈസയും കൊടുക്കണ്ട ദൈവത്തിന്. ഇവിടെ ഇപ്പം സ്തോത്ര കാഴ്ച കൊണ്ട് അത് രക്ഷിക്കപ്പെടാൻ കൊടുക്കുന്നതല്ല, ഇതിന് ചില ചെലവുകളൊക്കെ ഉണ്ട്. ഇടയ്ക്ക് പുള്ളി അതും പറഞ്ഞു. അപ്പം അത് സ്വർഗത്തിൽ പോകാനോ രക്ഷിക്കപ്പെടാൻ കൊടുക്കുന്നതല്ല, ചില പരിപാടികളുണ്ട് ഇവിടെ. അപ്പം അത് ചെയ്തേ ഒക്കുള്ളൂ. അത് നിങ്ങൾ ചെയ്യണം. ദൈവത്തിന് മഹത്വം. അത് സ്വർഗത്തിൽ പോകാനല്ലേ, സ്തോത്രം രക്ഷിക്കപ്പെടാനും അല്ലേ. അത് ഈ കൺവെൻഷൻ്റെ ചെലവിന് വേണ്ടിയാണ്. ദൈവത്തിന് മഹത്വം. അത് ഞാൻ ഇച്ചിരി കഴിയുമ്പോൾ അതിൻ്റെ സമയം പറയുമ്പോൾ സാമ ഒരു പാട്ട് വന്ന് പാടണം. നമ്മുടെ കൂടെ ഉള്ള ആളാണ്. ഒരു പാട്ട് എന്ത്, നമ്മുടെ പാട്ടുകാരെന്ത് ചെയ്യും? ഒരു പാട്ട് പാടിക്കോട്ടെ മോനെ. പിന്നെ സ്തോത്രം. അപ്പൊ ശ്രദ്ധിക്കുക, രക്ഷാശാസ്ത്രം അത് യേശുക്രിസ്തുവിൽ കൂടി മാത്രമാണ് രക്ഷ. മറ്റൊരുത്തനും രക്ഷയ്ക്കില്ല. ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് നീ രക്ഷിക്കപ്പെടുകയല്ല. പള്ളിക്ക് സ്ഥലം കൊടുത്തത് കൊണ്ട് നീ സ്വർഗത്തിൽ പോവുകയല്ല. കുരിശും തൊട്ടിക്ക് സ്ഥലം കൊടുത്തത് കൊണ്ട് നീ സ്വർഗത്തിൽ പോവുകയല്ല. പെന്തിക്കോസുകാർക്ക് ഹോള് വെക്കാൻ 5 സെന്റോ 10 അത് 10 കൂടുതൽ അങ്ങനെ കൊടുക്കാറില്ല. അങ്ങനെ ആരും മണ്ടം കളിക്കുകയല്ല. അത് 5ഓ 10ഓ ആയിക്കോട്ടെ, അത് കൊടുത്തുകൊണ്ടൊന്നും സ്വർഗത്തിൽ പോവുകയല്ല. പാസ്റ്റർമാര് വീട്ടിലുള്ളത് കൊണ്ടോ അപ്പനോ വല്യപ്പനോ പാസ്റ്റർ ആയതുകൊണ്ട് സ്വർഗത്തിൽ പോവുകയല്ല. അച്ഛനോ ഉപദേശിയോ ചെമ്മാച്ചനോ തിരുമേനിയോ അയ്മേനിയോ ആമൻ മെത്രാനോ ആമൻ കന്യാസ്ത്രീകളോ വീട്ടിലുള്ളത് കൊണ്ട് സ്വർഗത്തിൽ പോവുകയല്ല.
പേര് മത്തായി എന്നോ ജാക്ക് എന്നോ അന്നമ്മയെന്നോ റേച്ചൽ എന്നോ അല്ലെ അങ്ങനെയുള്ള തത്തുല്യമായ പേരിട്ടുകൊണ്ട് മേഴ്സി എന്നോ കൃപ, ഇതൊന്നും സ്വർഗത്തിൽ പോകുകയല്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മൈക്ക് സെറ്റ് വർക്ക് ചെയ്യുന്നവരോട് പറയാ, എല്ലാ കൺവെൻഷനും പോയി ഞങ്ങളാ മൈക്ക് സെറ്റ് വർക്ക് ചെയ്ത് സ്വർഗത്തിൽ പോകുകയല്ല. സെറ്റ് നന്നായിട്ട് വർക്ക് ചെയ്യണം. സ്വർഗത്തിൽ പോകണമെങ്കിൽ വർക്ക് ചെയ്യുന്ന മുഴുവനെണ്ണവും രക്ഷിക്കപ്പെട്ടോണം. ഈ ഏരിയയിലെ മുഴുവൻ കൺവെൻഷനും ഞങ്ങളുടെ മൈക്കിൽ കൂടെ ആ സുവിശേഷം പറയുന്നത്. എൻ്റെ ഓളിയെ ഞങ്ങളാണ്. ഒക്കെ നല്ല കാര്യം, എൻ്റെ പരുവത്തിനെ. പക്ഷേ രക്ഷിക്കപ്പെട്ടാന്നേ, എന്നാ കുഴപ്പമില്ല. സ്തോത്രം. സ്വർഗത്തിൽ പോകണമെങ്കിൽ രക്ഷിക്കപ്പെടണം. സ്തോത്രം. ഉപദേശിമാർക്കും അച്ഛന്മാർക്കും ചാപ്പാട് വെച്ച് കൊടുത്തത് കൊണ്ടോ, ഉപദേശിക്കുമാർക്ക് വസ്ത്രത്തിന് തുണി കൊടുത്തത് കൊണ്ടോ, അച്ഛനെ ലോഹാ തയ്പ്പിച്ച് കൊടുത്തത് കൊണ്ടോ സ്വർഗത്തിൽ പോകുകയല്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. പ്രൈസ് ദി ലോർഡ്. മറ്റൊരുത്തനും രക്ഷയില്ല, യേശുക്രിസ്തു മാത്രമാ രക്ഷകൻ. അത് രക്ഷാശാസ്ത്രം. 2 ക്രിസ്തുശാസ്ത്രം. യേശുക്രിസ്തുവിനെ പറ്റി, ക്രിസ്തുവിന്റെ ജനനം, അവിടുന്ന് ജനിക്കുന്നതിന് മുമ്പ് എവിടെ ആയിരുന്നു, എന്തുവായിരുന്നു, ആരായിരുന്നു, പൂർവാസ്തിത്വം, നിത്യാസ്തിത്വം, അതൊക്കെ ആ ക്രിസ്തുശാസ്ത്രം. യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവി, ജീവിതം, ശുശ്രൂഷ, കഷ്ടാനുഭവങ്ങൾ, അവിടുത്തെ തിരുമരണം, അടക്കം, ഉയർപ്പ്, സ്വർഗാരോഹണം, നിത്യതയിലെ ഇപ്പോഴത്തെ തൻ്റെ ആ പ്രവൃത്തി, തിരിച്ചുള്ള വരവ്, 1000 ആണ്ട് വാഴിച്ച പിന്നെ യുഗായുഗമുള്ള പരിപാടികൾ, ഇതെല്ലാം ക്രിസ്തുശാസ്ത്രത്തെ കീർത്തിക്കുന്ന ലേഖനങ്ങളാണ്. 3 സഭാശാസ്ത്രപരമായ ലേഖനം. ആ ലേഖനമാണ് തിമത്യോസിന്റെ 2 ലേഖനങ്ങളും തീത്തോസിന്റെ ലേഖനം. സഭാശാസ്ത്രം, പൊന്തിപ്പിക്കൽ ലെറ്റേഴ്സ് എന്ന് പറഞ്ഞ ഇടയലേഖനങ്ങൾ. അത് എന്ന് പറഞ്ഞാൽ ദൈവത്തെ മനുഷ്യനെ ബന്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതാണ് ഇടയലേഖനങ്ങൾ, ദൈവത്തിൻ്റെ മഹത്വം, അല്ലെങ്കിൽ സഭാശാസ്ത്രപരമായ ലേഖനങ്ങൾ. ഒടുവിലാണ് അന്ത്യകാല ശാസ്ത്രം. അന്ത്യകാല ശാസ്ത്രപ്രകാരം 2 ലേഖനമാണ്. ആ ലേഖനമാണ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1, 2 ലേഖനം. അന്ത്യകാല ശാസ്ത്രം. എന്തുവാ ഈ അന്ത്യകാല ശാസ്ത്രം? അന്ത്യകാല ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ പെട്ടെന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും അനന്തര സംഭവങ്ങളും. സ്തോത്രം. അത് ആ അന്ത്യകാല ശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട വിഷയം. വേറെ ഉണ്ട് വിഷയങ്ങൾ. കർത്താവിന്റെ മഹത്വം, യേശു വീണ്ടും വരും, തിരുസഭയെ ചേർക്കും, ഈ ഭൂമിയിൽ പിന്നെ നാശകോടാലി ഉണ്ടാകും. ഇതൊക്കെ അന്ത്യകാല ശാസ്ത്രം. അന്ത്യകാല ശാസ്ത്രത്തെ കീർത്തിക്കുന്ന ലേഖനമാണ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1, 2 ലേഖനം. നമ്മൾ 1-ാം ലേഖനത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 13 മുതൽ 18 വരെയുള്ള തിരുവെടുത്താണ് വായിച്ചത്. ഈ തെസ്സലോനിക്കർക്ക് 2 ലേഖനം എഴുതി. എപ്പോഴും ഞാൻ പറയും, 2 ലേഖനത്തിൽ 2 വിഷയം. ആ 2 വിഷയം 2 പ്രത്യക്ഷത. ആ 2 പ്രത്യക്ഷത 2 വ്യക്തികളുടെ പ്രത്യക്ഷത. ആ 2 വ്യക്തികൾ ആരെന്ന് ചോദിച്ചാൽ, 1 യേശു ക്രിസ്തു, 2 എതിർ ക്രിസ്തു. ഒന്നുകൂടെ മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞാൽ മനസ്സിലാകാൻ ആവർത്തിക്കുന്നത്, അന്ത്യകാല ശാസ്ത്രപരമായി 2 ലേഖനം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1, 2 ലേഖനം. 2 ലേഖനത്തിൽ 2 വിഷയം. ആ 2 വിഷയം 2 പ്രത്യക്ഷതയാണ്. ആ 2 പ്രത്യക്ഷത 2 വ്യക്തികളുടെ പ്രത്യക്ഷത. ആ 2 വ്യക്തികൾ, 1 യേശു ക്രിസ്തു, 2 എതിർ ക്രിസ്തു. 1-ാം ലേഖനത്തിലെ വിഷയം യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാ. 2-ാം ലേഖനത്തിലെ വിഷയം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. എതിർ ക്രിസ്തുവിന് നമ്മുടെ കൊടുത്തിരിക്കുന്നൊരു പദം അധർമ്മത്തിന്റെ മർമ്മം, അധർമ്മമൂർത്തി എന്ന. വായിച്ച് 2-ാം ലേഖനം 2:9. പെട്ടെന്ന് 2-ാം ലേഖനം 2:9. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത. മതി. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത. ആ പ്രയോഗം കണ്ടോ? അധർമ്മമൂർത്തി എന്ന് പറഞ്ഞാൽ ധാർമ്മികമായ ഉത്തരവാദിത്വം നഷ്ടപ്പെട്ട സമയമായിരിക്കും അത്. ആർക്കും ധാർമ്മികമായ ഒരു കടപ്പാടില്ല. നിങ്ങൾ നോക്കിക്കേ, അതിൻ്റെ ലക്ഷണമാണ് കണ്ടുവരുന്നത്. ധാർമ്മികമായിട്ടോ അതിൻ്റെ ഒരു മൂല്യമോ അന്യോന്യം ബഹുമാനിക്കുകയോ ആദരിക്കുകയോ ചെയ്യുന്നില്ലല്ലോ. ഉണ്ടോ? ഞാൻ എപ്പോഴും പ്രസംഗിക്കും പറയും, പണ്ട് പ്രായമുള്ള അപ്പച്ചൻ തിണ്ണയിലിരുന്ന ഇതിലേ കൊണ്ടൊന്നും ആൾക്കാർ പോകുകയല്ല. കൊച്ചു പെമ്പിള്ളാർ വന്നാലും അമ്മ പറയും, ഡി ചാൻ അവിടെ ഇരിപ്പണ്ട അപ്പുറം കൊണ്ട് പോകാൻ പറയും. ഇല്ലേ? നിങ്ങളുടെ കൊച്ചുനാളിൽ അങ്ങനല്ലേ? വീട് വലുതോ ചെറുതോ ആയിക്കോട്ടെ, തിണ്ണ മുടുത്തതോ ചെറുതോ ആയിക്കോട്ടെ, കസാരയോ സ്റ്റൂളോ എന്തും ആയിക്കോട്ടെ, അപ്പച്ചൻ വാതുക്കലിരുന്നാൽ പെട്ടെന്ന് അതിലേ ഇറങ്ങി പോകുകയല്ല. അമ്മ പറയും, ചാൻ അവിടെ ഇരിപ്പണ്ട അപ്പുറം കൊണ്ട് പോകാം, അപ്പച്ചൻ അവിടെ ഇരിപ്പുണ്ട്. അങ്ങനൊരു കാലമില്ലേ? ഇന്നോ? ഇന്ന് അരിച്ചാനാന്നും പറഞ്ഞ് വാതിൽ കയറുന്ന ഒറ്റ അടിക്കുന്നതിനെ കനാലി കളയും. കാരണം അവർക്ക് കോളും വന്നോണ്ടിരിക്കുന്ന വാട്സപ്പിനകത്ത് സാധനം ഇറങ്ങിക്കൊണ്ടിരിക്കുക. അച്ചാനം പറഞ്ഞ അടിച്ച് തന്നെ ആറാട്ടുവിട തോട്ടിക്കട ബഹുമാനിക്കുന്നില്ലല്ലോ. തന്നെയല്ല, പണ്ട് പ്രായമുള്ള പിതാവോ അപ്പനോ വീട്ടിലുണ്ടെങ്കിൽ ഉറക്കെ സംസാരിക്കുക പോലുമില്ല. ഉണ്ടാവോ? അങ്ങനൊരു കാലമുണ്ട്. അതെല്ലാം പോയി. അല്ല,
വഴിയെ 2 പുരുഷന്മാർ വന്നാൽ സ്ത്രീകൾ വാതിക്കൽ ഇരിക്കുകയല്ല. അമ്മമാർ പറയും എടി എഴുന്നേക്കാരാണ്ട് ആണുങ്ങൾ വരുന്ന പെട്ടെന്ന് എഴുന്നേക്കാൻ പറയും. നമ്മുടെ വീട്ടിലോട്ടല്ല, വഴിയേ പോവുക. അങ്ങനൊരു കാലം ഉണ്ടായിരുന്നു. ഇന്നോ അവൻ വന്നപ്പോൾ 2 പെണ്ണിൻ്റെ പിന്നെ അങ്ങ് അതിലേ പോകണ്ട, നമുക്ക് കമ്പിവേലി കയറി ഇടക്കൂടെ പോകാമെന്ന് പറയും. അവിടെ 2 എണ്ണം ഇരിപ്പുണ്ട്, ഉള്ള നല്ല ഏലായി 6 പതച്ചാന്നില്ല അതിലേ പോകണ്ടെന്ന് പറയും. ബഹുമാനമൊക്കെ നഷ്ടപ്പെട്ടു, ആദരിക്കുന്നില്ലല്ലോ. പ്രായമുള്ളവരെ പണ്ട് ബഹുമാനിക്കും. ഞാൻ ഇന്നും ആരോണ്ടോട്ട് പറഞ്ഞു, നിങ്ങൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ചെന്നേ, ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേ, പ്രായമുള്ളവരെ കണ്ട അവർ കാലെ തൊട്ട് വന്നിക്കും. ഇപ്പോഴും കൊച്ചുമക്കള്, മക്കള്, പ്രായമുള്ള, ഞാൻ ഈ തീവണ്ടി യാത്രയൊക്കെ ചെയ്യുമ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പലയിടങ്ങളിൽ പോകുമ്പോൾ ഹൈന്ദവരായ അവിടുത്തെ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർ പ്രായമുള്ളവരെ കണ്ട ഉടനെ, നമ്മളോ നമ്മുടെ കാര്യമൊന്നും അധികം പറയാതിരിക്കുന്നതാ നല്ലത്. ബഹുമാനമെല്ലാം പോയി, അധർമ്മത്തിന്റെ ശക്തി വ്യാപരിക്കുക. പ്രായമുള്ളവരോട് ബഹുമാനമില്ലല്ലോ, പ്രായമുള്ളവരെ ആദരിക്കത്തില്ലല്ലോ. സ്തോത്രം, എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കാലമാണ്. ഇടയ്ക്ക് ഞാൻ കയറി പറഞ്ഞതേ ഉള്ളൂ, ഒത്തിരി കാര്യങ്ങളുണ്ട് പറയാനത്, ആ ഭാഗം വിടുക. അപ്പൊ അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത ഒന്നുകൂടെ വായിച്ചോ, 2:9. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത, അധർമ്മമൂർത്തിയായി വരും അന്തിക്രിസ്തുവിനായി, അധർമ്മമൂർത്തിയായി വരും അന്തിക്രിസ്തുവിനായി, വഴിയൊരുക്കും നിസങ്ങൾ, പൂവിൽ വഴിയൊരുക്കും നിസങ്ങൾ, എൻ പ്രിയനേ എന്തിന് താമസമോ എന്നുള്ളത്തിൽ ആശ നിൻ മുഖം കാൺമാൻ. രാഷ്ട്രീയ മത്സരത്തിൻ മധ്യത്തിലവർ ദൈവ, രാഷ്ട്രീയ മത്സരത്തിൻ മധ്യത്തിലവർ ദൈവ രാജ്യത്തെ മറന്നിടുന്നു, ദൈവ രാജ്യത്തെ മറന്നിടുന്നു, എൻ പ്രിയനേ എന്തിന് താമസമോ എന്നുള്ളത്തിൽ ആശ നിൻ മുഖം കാൺമാൻ. അതെ, മുമ്പോട്ട് ഓടിച്ചു പോകാം. ദൈവത്തിന് മഹത്വം. അപ്പോൾ 2-ാമത്തെ ലേഖനം എതിർക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാ. അതാണ് 2-ാം ലേഖനം 2:9 അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത. ഇനി കമ്പിവാചകം പോലെ പോകും. 1-ാം ലേഖനത്തിലെ വിഷയം യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടാൻ പോകുകയാ. 1-ാം ലേഖനത്തിൽ 5 അധ്യായമുണ്ട്. 5 അധ്യായത്തിലും പൗലോസ് തെളിയിച്ചു യേശു പ്രത്യക്ഷപ്പെടും. ഞാൻ ക്രമത്തിൽ വാക്യം പറയാം, വായിച്ചോണം. വായിക്കാമല്ലോ. 1-ാം അധ്യായത്തിന്റെ 9, 10, 2-ാം അധ്യായത്തിന്റെ 19, 3-ന്റെ 13, 4-ന്റെ 13 മുതൽ 18 വരെ, 5-ന്റെ 23. 5 അധ്യായത്തിലും യേശു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിച്ചു. വായിച്ചേ 1-ന്റെ 9, 10. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചുവെന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിക്കുവാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നമ്മെ വിടുവിക്കുന്നതിനുമായി യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും. യേശു സ്വർഗത്തിൽ നിന്ന് വരുമെന്ന്. അപ്പൊ യേശു പ്രത്യക്ഷപ്പെടുമെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഇനി 2-ന്റെ 19 വായിച്ചോ കർത്തൃദാസനെ. 2-ന്റെ 19 പെട്ടെന്ന്. നമ്മുടെ കർത്താവായ യേശുവിന്റെ മുൻപാകെ അവന്റെ പ്രത്യക്ഷത യേശു പ്രത്യക്ഷപ്പെടുമെന്ന് 2-ാം അധ്യായത്തിൽ തെളിയിച്ചു. 3-ന്റെ 13 വായിച്ചേ. 3:13. ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷത അവിടെയും യേശു പ്രത്യക്ഷപ്പെടും. ഇനി 4-ാം അധ്യായത്തിന്റെ 13 മുതൽ നമ്മൾ വായിച്ചപ്പോ ഒരു വാക്യമുണ്ടല്ലോ, കർത്താവിന്റെ പ്രത്യക്ഷത വരെ, അങ്ങനല്ലേ എഴുതിയേക്കുന്നത്? വായിച്ചേ, ആ പദം വായിച്ചേ. കർത്താവിന്റെ പ്രത്യക്ഷത വരെ, കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നു. അപ്പോൾ അവിടെ യേശു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിച്ചു. ഇനി 5-ാം അധ്യായത്തിന്റെ 23 വായിച്ചേ. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കുമാറാകട്ടെ, നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം കർത്താവായ യേശുവിന്റെ പ്രത്യക്ഷത വരെ. കണ്ടോ? അപ്പോൾ 2 ലേഖനം, 2 അന്ത്യകാല ശാസ്ത്രപരമായ ലേഖനം. ആ 2-ാം ലേഖനം എതിർക്രിസ്തുവിന്റെ പ്രത്യക്ഷത, 1-ാം ലേഖനം യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. 1-ാം ലേഖനത്തിൽ 5 അധ്യായം, 5 അധ്യായത്തിലും യേശു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിച്ചു. 1-ാം അധ്യായത്തിന്റെ 9, 10, 2-ാം അധ്യായത്തിന്റെ 19, 3-ാം അധ്യായത്തിന്റെ 13, 4-ാം അധ്യായത്തിന്റെ 13 മുതൽ 18 വരെയും, 5-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം. ഈ 5 അധ്യായത്തിലും
ആമേൻ വളരെ കർക്കശമായി തെളിയിക്കുക. യേശു പ്രത്യക്ഷപ്പെടും. ദൈവത്തിന് സ്തോത്രം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കത്തുമില്ല. അതാണ് നമ്മുടെ പ്രത്യാശ. 1 ലേഖനത്തിലെ വിഷയം യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. ഓർപ്പിച്ചല്ലോ, 5 അധ്യായത്തിലും ക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്ന് പൗലോസ് തെളിയിച്ചിരിക്കുക. 1-ാം അധ്യായത്തിന്റെ 9, 10, 2-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം, 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം, 4-ാം അധ്യായത്തിന്റെ 13 മുതൽ 18 വരെയുള്ള തിരുവെഴുത്തുകളിൽ 5-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം. ഈ വാക്യങ്ങളിലെല്ലാം യേശു വീണ്ടും വരുവെന്ന. ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരട്ടെ. യേശു വീണ്ടും വരും. സന്ധ്യനേരം വരുമോ, പാതിരാത്രിയാകുമോ? സന്ധ്യനേരം വരുമോ, പാതിരാത്രിയാകുമോ? കോഴി കൂകും നേരത്തോ ഉഷസിൽ വരുമോ? കോഴി കൂകും നേരത്തോ ഉഷസിൽ വരുമോ? അന്ന് 2 നരന്മാർ വയലിൽ വേലക്കിരിക്കും. 1 ദൂതനെടുക്കും, തോഴനെ കൈവടിയും. തിരികല്ലിൽ പൊടിക്കും 2 നാരീജനങ്ങൾ. തിരികല്ലിൽ പൊടിക്കും 2 നാരീജനങ്ങൾ. ഒരുത്തി വാനിലേറും, മറ്റവളെ വെടിയും. ആകാശം ചൂട്ടഴിയും, മൂലവസ്തു കത്തിയിടും. ഭൂമിയും അതിൻ പണിയും വെന്തു പോകുമേ. നിത്യകാലം മുഴുവൻ പുത്തൻ പുതുഭൂവിൽ സത്യമണവാളൻ തൻ്റെ കാന്തയായി. 7 ഇടികൾ മുഴങ്ങി, ഏഴകൾ നടുങ്ങി. വൃദ്ധഗണമവരുമായി ആകാശേ കയറി. 4 കാറ്റടിച്ചു, 4 ദിക്കും ചൂറ്റി. യേശു മണവാളൻ വേഗം വരുന്നീതാ. മതി. യേശു വീണ്ടും വരും. നമ്മുടെ കർത്താവിന്റെ പ്രത്യക്ഷത, ദൈവത്തിന്റെ മഹത്വം. അപ്പോൾ ഓരോ അധ്യായത്തിന് ക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിച്ചു. കമ്പിവാചകം പോലെ ചില കാര്യം പറഞ്ഞ് എടുത്ത വാക്യത്തിൽ നിന്ന് ചില കാര്യം കൂടെ പറഞ്ഞങ്ങ് നിർത്താം. ദൈവത്തിന്റെ മഹത്വം. 1-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം വായിച്ചേ. 1-ന്റെ 9-ഉം 10-ഉം. അയ്യോടി, അതെല്ലാം മറച്ചോ. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു എന്ന് പറഞ്ഞ പൗലോസ് ചോദിക്കുക, തെസ്സലോനിക്കരാകുന്ന പ്രിയപ്പെട്ട് ചോദിക്കുക, ഞങ്ങൾ നിങ്ങളുടെ അടുക്ക വന്നത് കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ആസിയിലെ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്ക് ഞങ്ങൾ അങ്ങനെ യാത്രയൊക്കെ ചെയ്ത് ആ ഭാഗമൊക്കെ നിങ്ങൾക്കറിയാം. ഒടുവിൽ ഞങ്ങൾ തെസ്സലോനിക്കയിൽ വന്നെന്ന അപ്പോസ്തലപ്രവൃത്തി 17 അവിടെ വന്ന് 3 ശബത്തിൽ യഹൂദന്മാരുടെ പള്ളിയിൽ കയറി പ്രസംഗിച്ചു. ആ പ്രസംഗത്തിൽ ചിലര് യഥാസ്ഥാനപ്പെട്ട് കൃപയിൽ വന്നു. ആ 3 ആഴ്ചത്തെ ശുശ്രൂഷ, 3 ശബത്തില് ആ ശുശ്രൂഷയോട് ബന്ധപ്പെട്ട് തെസ്സലോനിക്കയിൽ സഭയുണ്ടായി. ഒരു സഭ തുടങ്ങണമെങ്കിൽ, ആരംഭിക്കണമെങ്കിൽ അതിന്റെ മുമ്പിൽ ഒത്തിരി അധ്വാനമുണ്ട്, ഇല്ലേ? ആരംഭകാലത്ത് വന്ന ആൾക്കാരോട് ചോദിച്ചു, എന്ത് പ്രതികൂലം സഹിച്ചാ ഈ വേലയ്ക്ക് വേണ്ടി നിന്നത്? പക്ഷെ പലരും പിന്മാറിയില്ല. പിന്മാറാഞ്ഞത് കൊണ്ട് വേല അവിടെ ഉറപ്പിച്ചു. സന്ദർഭം വന്നുകൊണ്ട് ഞാനൊന്നുകൂടെ പറയാം. എന്താണ്ട് ദൂസമാമ ഇരിക്കുന്ന കഴിഞ്ഞ ദിവസവും ഞാൻ പറഞ്ഞു, അവർ കനാനായ സമുദായത്തിൽ നിന്ന് അന്നത്തെ കാലത്ത് രക്ഷിക്കപ്പെട്ടതാ. അച്ചായനെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഉപേക്ഷിച്ചതാ. ഒരു ചെറിയ അനക്കമുള്ളു, ജീവൻ ചാകാൻ കൊണ്ടുവന്നതാ. പ്രാർത്ഥിച്ച്, നമ്മുടെ ഒരു അമ്മയും പോയി പ്രാർത്ഥിച്ച്, ആ സ്വോത്രാമ്മ അവിടെ പോയി പ്രാർത്ഥിച്ച് സുവിശേഷം പറഞ്ഞു. ആ പ്രിയപ്പെട്ടവർ യേശുവിനെ അറിഞ്ഞു. ദൈവത്തിന് മഹത്വം. ഇട്ടി ഉപദേശി വന്ന് മുറ്റത്ത് യോഗം നടത്തി പ്രാർത്ഥിച്ചു. ഇപ്പോഴും ഞാൻ ഓർക്കുന്ന പറഞ്ഞ സാക്ഷ്യമാ. എണ്ണ പൂശി പ്രാർത്ഥിച്ചു, എണ്ണ ഇങ്ങനെ വെട്ടി തിളങ്ങുന്നു. സ്തോത്രം. അത്ഭുതം കണ്ടതാ. പ്രാർത്ഥിച്ചു. അച്ചായന് പൂർണ്ണ വിടുതൽ ദൈവം കൊടുത്തു. അമ്മച്ചി ഉണ്ടായിരുന്ന തങ്കമാമ്മ പിന്നീടാ പറഞ്ഞത്, ബസ്സിൻ്റെ അവിടെ പ്രയാസമായിരുന്നു, ക്യാൻസർ ആയിരുന്നു, അറിയിച്ചില്ല ആര്. കാരണം കുഞ്ഞുങ്ങൾ 4-5 എണ്ണം നാടിയും ചിരട്ടയും പോലെ. അച്ചായൻ അത്യാസന്നതയിലേക്ക് കിടക്കുന്നു. അവരവിടുത്തെ കുടുംബക്കാരാ, കണിച്ചേരി കുടുംബം. പക്ഷെ വലിയ പ്രതികൂലമാണ്. അതിനിടയ്ക്ക് പുള്ളിക്കാരി കല്ലിശ്ശേരിക്കാരിയാ. കല്ലിശ്ശേരി അല്ലായിരുന്നു നമ്മുടെ വീട്. അതാ ചേർത്തി ഒരാളെ നമ്മൾ ഉദങ്കലിലുണ്ട്. അതാ എൻ്റെ ഓർമ്മയുണ്ടത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അറിയിച്ചില്ല. കുട്ടിപ്രദേശം എണ്ണ പൂത്തി പ്രാർത്ഥിച്ചപ്പോൾ രോഗം വെളിപ്പെട്ടു. അമ്മച്ചിക്കും പ്രാർത്ഥിച്ചു, പൂർണ്ണ വിടുതൽ. 2 പേരെ സ്നാനപ്പെടുത്താൻ വന്നതാ. എനിക്ക് വന്ന് 7-8 പേരന്ന് സ്നാനപ്പെട്ടു. അതാ
ഈ ഇരിക്കുന്ന സൂസമ്മാമ ഇത് കണ്ട് അത്ഭുതം കണ്ട് അവിടെ ഇരുന്നുകൊണ്ട് കാതേലെ പറിച്ചു കളഞ്ഞ് അഭിഷേകം പ്രാപിച്ചു. സ്തോത്രം. അങ്ങനെ ഈ മാർഗത്തിൽ വന്നത്. കാവാല താറ്റിക്കൊണ്ട് എല്ലാത്തിനെയും മുക്കി. സ്തോത്രം. ആ വേലയ്ക്ക് ചുമല് കൊടുത്ത അതിൽ പ്രധാനപ്പെട്ട വിഷയം, വർഷങ്ങൾ കഴിഞ്ഞ് അച്ചായൻ മരിക്കുമെന്ന് പറഞ്ഞെങ്കിൽ അനേക ഇടങ്ങളിൽ പോയി യേശുവിനെ ഉയർത്തി. ഒടുവിൽ കടന്നുപോയി. അടക്കുന്ന സമയത്ത് പ്രശ്നമായി. അന്നത്തെ സമുദായക്കാരെല്ലാം കൂടെ ഇളകി അടക്കുകയല്ല. ഒന്നേ പള്ളി കൊണ്ടുവരണം, ഇവരെല്ലാം ക്ഷമ പറയണം, ഇല്ലേ അടക്കുകയല്ല. എന്തിക്കോസ് കാര്യമായിട്ട് കയറ്റുന്നുമില്ല. എനിക്കൊന്ന് ശ്രീധരൻ പാസ്റ്റാണോ അന്ന്, അതോ സണ്ണി ചക്കറിയാണ്, എല്ലാം പുറത്തുകൂടെ അടക്കുക, അങ്ങോട്ട് കയറ്റുകയല്ല. രാത്രി എൻ്റെ ഭാഷ പറഞ്ഞാൽ ഡെഡ് ബോഡി വെച്ച് വില പറഞ്ഞു. ഇവർ തിരിച്ച് പള്ളിയിൽ ചെന്നാൽ അവർ സമ്മതിക്കും. അന്ന് ഇളയത്തങ്ങൾ അത്രയ്ക്ക് സ്ട്രോങ് അല്ല. ഷാജിയും ഷൈനിയും ഒന്നും അത്ര ചെറുപ്പവും അത്ര സ്ട്രോങ്ങും അല്ല. എന്നാൽ ഈ സൂസൻ മാമ സ്റ്റേണായിട്ട് നിന്നു. ജീവൻ പോയാൽ ഇനിയും പഴയ സ്ഥലത്തോട്ടില്ലെന്ന് പറഞ്ഞു. അതാ സ്തോത്രം. ഞാനത് പ്രസംഗിക്കുന്നിടത്തൊക്കെ പറയുന്നുണ്ട് സന്ദർഭം വരുമ്പോൾ. ജീവൻ പോയാൽ ഇനി പഴയ സ്ഥലത്തോട്ട് ഇല്ല. പിന്നെ അച്ചായനെ എങ്ങനെ കിടക്കും? പുള്ളിക്കാരി സ്റ്റേണായിട്ട് പറഞ്ഞു അച്ചായനെ മിറ്റത്തടക്കുമെന്ന് പറഞ്ഞു. രാത്രി മുറ്റത്ത് കുഴിവെട്ടി. മുറ്റത്ത് കുഴിവെട്ടിയെന്ന് അവിടെ അടക്കിയത്. ആ വീടിന് തെക്ക് പുറത്ത് അവിടെ അടക്കി. പള്ളിയിൽ പോയില്ല തിരിച്ചു. നിങ്ങൾ അന്ന് 3 വട്ടം ചെന്ന് ക്ഷമ പറഞ്ഞു വെച്ച് പള്ളിക്ക് ചുറ്റും നടന്ന് ഒരു 5 മെഴുകുതിരിയും കൂടെ ഞാനത് കത്തിച്ചോണ്ട്, അവരൊന്നേ കത്തിക്കാൻ പറഞ്ഞോളൂ, നമ്മൾ 5 എണ്ണം കത്തിച്ചോണ്ട് ഇവിടെ 2 കോഴിക്കുഞ്ഞിനെ തരാമെന്ന് പറഞ്ഞാൽ മതി. അന്നേരം പ്രമാണം വിട്ടേച്ച് പോകും. കിയോ കിയോ എന്ന് കൂവുന്ന 2 കോഴി. അത് വന്നപ്പോൾ 2-ന്റെ അന്ന് വസന്ത വന്ന് യാകുകയും ചെയ്ത്. നീ ഗുണമാകുമോ? ഒരാട്ടൻകുട്ടിയെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ അവിടെ പോയി അട്ടിപ്പേറ് കിടക്കും അതിനെ മേടിക്കാൻ. അത് കട്ടങ്കപ്പ എന്ന് യാകുകയും ചെയ്യും. ഇതിനെക്കൊട്ട് ഗുണവും വരികയില്ല. അല്ല, ഇങ്ങനെയൊക്കെ ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷെ അന്ന് അവർ സ്റ്റേണായിട്ട് നിന്നു. അതുകൊണ്ട് ആ വേല അവിടെ ഉറച്ചു. ദൈവത്തിന് മഹത്വം. അപ്പൊ ആരംഭകാലത്ത് ഓരോ ദേശത്തും ഓരോ സ്ഥലത്തും ഇങ്ങനെ ധീരതയോടെ കർത്താവിന്റെ വേലയ്ക്ക് നിന്നവരുണ്ടെന്ന്. അലാ പൗലോസ് ചോദിക്കുന്നത്, ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുടെ പ്രവേശനം സാധിച്ചുവെന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിക്കുവാൻ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഒരു കാര്യം പറയാ. ഈ ആയുസ്സിൽ എനിക്ക് നിങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം എന്നാന്നറിയാമോ? സത്യദൈവത്തെ ഭജിക്കുന്നതാ, സത്യദൈവത്തെ സേവിക്കുന്നതാ. യേശു ക്രിസ്തു ഏകദൈവം, യേശു ക്രിസ്തു നിത്യദൈവം, യേശു ക്രിസ്തു സത്യദൈവം, യേശു ക്രിസ്തു സാക്ഷാൽ ദൈവം, യേശു ക്രിസ്തു ജീവനുള്ള ദൈവം, യേശു ക്രിസ്തു മാത്രം ദൈവം. ആമേൻ. ഹല്ലേലൂയ. ആത്മാക്കൾ ദൈവം എന്നു നിരൂപിക്കേണ്ടാരും. ചത്തമർത്യാത്മാക്കൾ ദൈവം എന്നു നിരൂപിക്കേണ്ടാരും. 100 ദൈവങ്ങൾ, സത്യദൈവം ഒന്നേയുള്ളൂ. 100 ദൈവങ്ങൾ, സത്യദൈവം ഒന്നേയുള്ളൂ. ഓ ഏക സത്യ ദൈവമേയുള്ളൂ. ഭൂവാസികളെ ഏക സത്യ ദൈവമേയുള്ളൂ. ഭൂവാസികളെ ഏക സത്യ ദൈവമേയുള്ളൂ. സ്പർശിപ്പാൻ സാധ്യനായി, ദർശിപ്പാൻ പ്രത്യക്ഷനായി. സ്പർശിപ്പാൻ സാധ്യനായി, ദർശിപ്പാൻ പ്രത്യക്ഷനായി. സർവരൂപികൾക്കാരൂപി, ഉർവിയിൽ തുല്യനില്ലാത്തോൻ. സർവരൂപികൾക്കാരൂപി, ഉർവിയിൽ തുല്യനില്ലാത്തോൻ. ഏക സത്യ ദൈവമേയുള്ളൂ. ഭൂവാസികളെ ഏക സത്യ ദൈവമേയുള്ളൂ. ഭൂവാസികളെ ഏക സത്യ ദൈവമേയുള്ളൂ. ദൈവം ഒരുവനെയുള്ളൂ. പിശാചുക്കൾ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. ദൈവം ഒരുവനത്രേ. ഏക സത്യ നിത്യ ദൈവമാകുന്ന യേശു ക്രിസ്തു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ ആയുസ്സിൽ എനിക്കും നിങ്ങൾക്കും ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം സത്യദൈവമായ, നിത്യദൈവമായ, ഏകദൈവമായ, സാക്ഷാൽ ദൈവമായ, ജീവനുള്ള ദൈവമായ യേശുവിനെ അറിയുവാനും ആരാധിക്കുവാനും സ്നേഹിപ്പാനും സേവിപ്പാനും ഇടയായ ഏറ്റവും വലിയ ഭാഗ്യം. ഹല്ലേലൂയ. ഹല്ലേലൂയ.
അതേ മുമ്പോട്ട് ഓടിച്ചു പോകാം. അപ്പോൾ 1-ാം അധ്യായത്തിൽ പ്രവേശനം എങ്ങനെയാണെന്ന് ചോദിക്കാം, വിസ്തരിക്കുന്നില്ല. 2-ഉം 3-ഉം അധ്യായത്തിലെല്ലാം യേശു പ്രത്യക്ഷപ്പെടുമെന്ന് പൗലോസ് തെളിയിച്ചു. സമയം പോയത് കൊണ്ട് വാച്ചിഞ്ച് തന്നോല്ലേ, ഞാൻ അങ്ങ് നിൽക്കും. എവിടെ തന്നായിരുന്നു? അതുകൊണ്ട് പെട്ടെന്ന് 1-2 കാര്യം പറഞ്ഞ് അങ്ങ് നിർത്താം. ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയാൽ ചിലപ്പോൾ അങ്ങ് പ്രസംഗിക്കും, കൊത്തയാന്നേലും നിങ്ങൾ ചിലർ കേട്ടിരിക്കും. സ്തോത്രം. അതുപോലെ അത്യാവശ്യമുള്ളവർ എഴുന്നേറ്റ് പോവുകയുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കും, സഹിച്ചിരിക്കും. എന്നാലും ഞാൻ പോയി കഴിയുമ്പോൾ പറയും, അയാളെ എപ്പോഴത്തേനും തൊഴിൽ ഇതാന്ന് പറയും. അപ്പം അയാൾക്ക് ഇതൊന്നും വിഷയമല്ല എന്ന് പറയും. അപ്പം അതുകൊണ്ട് ഞാനങ്ങ് അടങ്ങുക. അതെ, ഓരോ അധ്യായത്തിലും യേശു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിക്കുക. യേശു വീണ്ടും വരും. ഈ 4-ാം അധ്യായത്തിന്റെ 13 മുതൽ 18 വരെയുള്ള തിരുവെഴുത്തിനകത്ത് പ്രധാനമായിട്ട് 4 കാര്യങ്ങളാണ്. ആ 18-ാമത്തെ വാക്യത്തിൽ പറയുക, ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ ദുഷ്ടലോകത്തിൽ, പാപലോകത്തിൽ, അക്രമമുള്ള, അനീതിയുള്ള, വഞ്ചനയുള്ള, വിദ്വേഷമുള്ള, വൈരാഗ്യമുള്ള വല്ലാത്ത ലോകം, ഒന്നുകൂടെ പറഞ്ഞാൽ ഇസങ്ങളുള്ള ഈ ലോകം അങ്ങനത്തെ ലോകമാണ്. ഇസങ്ങളാ, ധാരാളം ഇസങ്ങളുണ്ട്. ഒരു പഴയ പാട്ടിനകത്തുണ്ട്, നാസിസം, ഫാസിസം, എത്തിസം, ബാന്തിസം, കമ്മ്യൂണിസവുമില്ല. ഇവിടെ ഉണ്ട്, ഇവിടെ ഇതെല്ലാം ഉണ്ട്. നാസിസം, ഫാസിസം, എത്തിസം, ബാന്തിസം, കമ്മ്യൂണിസവുമില്ല. അവിടെ ലീഗലിസമോ മോഡേണിസമോ കോൺഗ്രസോ ഇല്ല. അവിടെ ഇല്ല, ഇവിടെ ഇതെല്ലാം ഉണ്ട്. ധാർഷ്ട്യക്കാരില്ല, നിഗളികളില്ല, ഭോഗപ്രിയരുമില്ല. അവിടെ ഏക്ഷണിക്കാരും ദൂഷകന്മാരും നന്ദി കെട്ടോരുമില്ല. ഇവിടെ ഇതെല്ലാം ഉണ്ടെന്നാ. വഞ്ചനയില്ല, വാഗ്വാദമില്ല, വൈരമശേഷമില്ല. ഇതൊന്നും അവിടെ ഇല്ല, ഇവിടെ ഇതെല്ലാം ഉണ്ട്. അപ്പൊ ഇസങ്ങളുള്ള ലോകം, ദുഷ്ടതയും അക്രമവും അനീതിയും വഞ്ചനയും ഒക്കെയുള്ള ഈ ലോകത്തിൽ സ്തോത്രം, നമുക്ക് ആശ്വാസം ദൈവവചനമാണ്. അതാ പൗലോസ് പറയുക, ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിക്കണം. ഈ വഞ്ചനയുള്ള, അക്രമമുള്ള വല്ലാത്ത ലോകത്തിൽ, ഇസങ്ങളുള്ള ഈ ലോകത്തിൽ എനിക്ക് നിങ്ങൾക്ക് ആശ്വാസം തരുന്നത് ദൈവത്തിന്റെ വചനമാണ്. എന്തുവാ വചനത്തിന്റെ പ്രത്യേകത? ഇത് അതിവേഗത്തിലോടുന്ന വചനമാണ്. നീ ഇവിടെ ഇരുന്ന് വചനം കേൾക്കുമ്പോൾ ഈ വചനം നിന്റെ വീട്ടിൽ ചെന്ന് ക്രിയ ചെയ്യും. 10 മിനിറ്റ് കൂടുതൽ ഇരുന്ന് വചനം കേട്ടാൽ നിനക്ക് ദോഷമൊന്നും വരികയില്ല. നീ 10 മിനിറ്റ് ഇവിടെ ഇരുന്ന് കേൾക്കുന്ന വചനം നിനക്ക് വേണ്ടി നിന്റെ വീട്ടിൽ ചെന്ന് വചനം ക്രിയ ചെയ്യും. നിന്റെ കുഞ്ഞുങ്ങൾ വിദേശത്തോ സ്വദേശത്തോ വിദൂരത്തിലായിരുന്നാൽ കുഞ്ഞുങ്ങൾ ചില പ്രതികൂലങ്ങളിൽ കൂടെ പോകുകയാണെങ്കിൽ ഇവിടെ ഇരുന്ന് വചനം കേൾക്ക്. ഈ വചനം കൊച്ചുങ്ങടൊക്കെ ചൊല്ലും. ഒരുപക്ഷെ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, സ്ഥാപനത്ത് ആയിരിക്കുന്ന മണ്ഡലത്തിന് വചനം അതിവേഗത്ത് ഓടിച്ചെന്ന് അവിടെ ക്രിയ ചെയ്തുകൊണ്ടിരിക്കും. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ, അനുഭവിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കുക. അതിവേഗത്തിൽ ഓടുന്ന തിരുവചനം. ഹല്ലേലൂയ. ഇവിടെ നിന്ന് ആരാധിക്കുമ്പോൾ ഈ വചനം നിന്റെ വീട്ടിൽ ചെന്ന് ക്രിയ ചെയ്യും. നിന്റെ വസ്തുവിന്മേൽ, നിന്റെ കുടുംബത്തിന്റെ മേൽ, ഓരോ മുറിക്കകത്ത്, തലമുറയായിരിക്കുന്നിടത്ത് ഓടിച്ചെന്ന് ക്രിയ ചെയ്യുന്ന ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ മഹത്വം. ഹല്ലേലൂയ. അതിവേഗത്തിലോടുന്ന തിരുവചനം. മാത്രമല്ല ഈ വചനം അണ്ണാക്കിന് മധുരമാണ്. സ്തോത്രം. അണ്ണാക്കിന് മധുരം. എല്ലാം കൈപ്പോടായിരിക്കുന്നത്. എന്തെല്ലാം വിഷയത്തിലാണ് കഴിച്ചിരിക്കുന്നത്? ആ ഇരിപ്പ് നോട്ടവും കാണും പറയാൻ കഴിച്ചിരിക്കുകയാണ്. പിന്നെ ഉപദേശിമാര് സ്തുതിച്ചാട്ടെന്ന് പറയുമ്പം ഒക്കെ അല്ലെന്ന് എങ്ങനെയാ പറയാന്? പാസ്റ്റർമാർ ഒരിക്കൽ കൂടെ ഞങ്ങൾ ഉപദേശിമാരുടെ ശക്തിയോടെ, ഇതാണോ ശക്തി? പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ അങ്ങനെയാണോ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ? ഇതെന്നെ ഇങ്ങനെ പറയുന്ന വെച്ചാൽ എല്ലാം കഴിച്ചിരിക്കുക. പല വിഷയത്തിലേ, കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ, കുടുംബത്തിന്റെ വിഷയത്തിൽ, ശുശ്രൂഷയുടെ വിഷയത്തിൽ, ജീവിത പ്രാരാബ്ധത്തോടുള്ള ബന്ധത്തിൽ പലവിധ കൈപ്പോടെ, ശാരീരിക ക്ഷീണങ്ങൾ, രോഗപീഠകൾ, പല 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 കാര്യങ്ങൾ. പക്ഷേ അങ്ങനെയുള്ള നീ ഇവിടെ ഇരുന്ന് വചനം കേൾക്കുമ്പോൾ അണ്ണാക്കിന് മധുരമാണ്. വളരെ വേദനയോടായിരിക്കും വന്നത്. പക്ഷെ ഇവിടെ ഇരുന്ന് ശാന്തമായിട്ട് വചനം കേൾക്കുമ്പോൾ ഈ വചനം നിന്റെ അണ്ണാക്കിന് മധുരമാണ്. ഇത് തേനിലും തേൻകട്ടക്കിനും മധുരമുള്ള വചനമാണ്.
വളരെ നിരാശയോടെ ഭാരത്തോടെ കൈപ്പോടെ വന്നിരിക്കുന്ന ദൈവത്തിന്റെ പൈതല് ഇന്ന് രാത്രി തിരിച്ചു പോകുമ്പോൾ തേനിലും തേൻകട്ടയിലും മധുരമുള്ള തിരുവചനത്താൽ ദൈവം നിന്നെ വിടുവിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു. വചനത്തിന്റെ ശക്തി ഇത് ഇരുവായുത്തലുള്ള ഏത് വാളിനേക്കാൾ മൂർച്ച കയറിയതാ. ആത്മാവിനെയും പ്രാണനെയും സന്ധിമറ്റകള് വേറെ വിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതാ എന്ന് പറഞ്ഞ് എന്റെ അഭിപ്രായത്തിൽ അങ്ങ് പറയാം. ഒരു കാര്യം, അസ്ഥിക്കകത്ത്, രക്തത്തിനകത്ത്, ഞരമ്പിനകത്ത്, മജ്ജയ്ക്കകത്ത് രോഗമോ രോഗാണുക്കളോ രോഗബീജങ്ങളോ ഉണ്ടെങ്കിൽ ഡോക്ടർമാര് കണ്ടുപിടിച്ചു, ടെസ്റ്റ് ചെയ്തപ്പോൾ, സ്കാൻ ചെയ്തപ്പോൾ, അല്ലെങ്കിൽ അത് തത്തുല്യമായ പരിശോധനയ്ക്ക് തെളിഞ്ഞു. രക്തത്തിനകത്ത്, മജ്ജയ്ക്കകത്ത്, അസ്ഥിക്കകത്തൊക്കെ ഇതുണ്ടെന്ന് സമ്മതിച്ചു. പക്ഷേ അങ്ങനെയുള്ളവർ ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് കേൾക്കുകയോ ഓൺലൈനിൽ കേൾക്കുകയോ ചെയ്യുന്നെങ്കിൽ ഈ വചനത്തിന് ശക്തി നിന്റെ മജ്ജയ്ക്കകത്ത്, അസ്ഥിക്കകത്ത്, ധമനിക്കകത്ത്, ഞരമ്പിനകത്ത് കടന്നു വന്ന് ഇത് ക്രിയ ചെയ്ത് നിന്റെ രോഗബന്ധനങ്ങളെ അടിച്ച് രോഗാത്മാവിനെ നീക്കി രോഗപീഠകളെ തകർത്ത് അതിവേഗത്തിലോടുന്ന തിരുവചനം, തിരുവചനം, തിരുവചനം. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ, അവിടുത്തെ അടിപ്പിടരാൻ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇസ്രായേൽക്ക് വരുത്തി ബാരക് ഞാൻ നിനക്ക് വരുത്തുകയില്ല. അത്യുഷ്ണം, വരൾച്ച, വെൺകതിര്, വിഷമഞ്ഞ് ബാരകൾ ഒടിച്ചു മാറ്റി വിടുവിക്കുന്ന, സൗഖ്യമാക്കുന്ന യേശുവിന്റെ ശക്തി. അതിവേഗത്തിലോടുന്ന തിരുവചനം, വചനത്തിന്റെ ശക്തിയാൽ വിടുതൽ. സന്ധിമജ്ജകളെ വേറെ വിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്ന വചനം. മാത്രമല്ല, കർത്താവ് ഒരിക്കൽ തിരുവായി മഴിഞ്ഞു, ഇപ്പോൾ സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാണ്. ഈ തിരുവചനം നിന്നെ ശുദ്ധീകരിക്കുന്നതാണ്. ഇവിടുത്തെ ഒന്നും നിന്നെ ശുദ്ധീകരിക്കാൻ കഴിവുള്ളതല്ല, ശുദ്ധീകരിക്കുന്ന ദൈവത്തിന്റെ വചനത്താൽ. പ്രൈസ് ദി ലോർഡ്. ഈ വചനം കാലിന് ദീപമാ, പാതയ്ക്ക് പ്രകാശമാണ്. ദൈവത്തിന്റെ മകത്ത് ഇത് പൊന്നിലും തങ്കത്തിലും ആഗ്രഹിക്കത്തക്കതാണ്. അത് സന്തോഷത്തോടൊന്ന് കൈക്കൊണ്ടേ, സന്തോഷത്തോടെ ഏറ്റെടുത്ത്, സന്തോഷത്തോട് സ്വീകരിച്ച് നിനക്കും നിന്റെ കുടുംബത്തിനും അനുഗ്രഹമാണ്. ഈ വചനം ഏറ്റെടുത്തവർക്ക് ആർക്കും ദോഷം വന്നിട്ടില്ലല്ലോ. രക്ഷയുടെ വചനം ഏറ്റെടുത്തവർക്ക് വിടുതലല്ലേ വന്നുള്ളൂ. രക്ഷയുടെ സ്വീകാര്യം മുറുകെ പിടിച്ചവർക്ക് ദോഷമൊന്നും വന്നില്ലല്ലോ. പുസ്തകത്തിലെ വാക്യം അങ്ങനെ, യഹോവ ഒരു ദോഷവും തട്ടാതെ നിന്നെ പരിപാലിക്കും, അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്ന് മുതൽ എന്നേക്കും പരിപാലിക്കും. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കത്തില്ല. രാത്രിയിലെ ഭയത്തെയും പകൽ പരക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേര്, നിന്റെ വലത്ത് വശത്ത് 10,000 പേര് വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. ദോഷവും തട്ടാതെ നിന്നെ പരിപാലിക്കും, അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളു. സ്തോത്രം, 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 സ്തോത്രം. വചനം കൊണ്ട് ആശ്വസിക്കുന്നേ. അതുകൊണ്ട് ഞാൻ ദൈവമക്കൾ തമ്മിൽ കാണുമ്പോൾ വചനം പറയും, പറയരുത്. ഇത് രണ്ടെണ്ണം കണ്ടോണ്ട് മരുമകൾ എങ്ങനെയുണ്ട്, എന്റെ കാര്യമൊന്നും പറയാതിരിക്കുന്നതാ. ഗുരുക്കം നുണയും പറഞ്ഞു കിടക്കാതല്ലേ, ദൈവോചനം പറ. അവസരം കിട്ടുമ്പോ അപ്പുറത്തെ വീട്ടിൽ ചെല്ലുമ്പം വേറെ കാര്യം പറയാതെ വചനം പറഞ്ഞു കൊടുക്കുക. വഴി നടക്കുമ്പോഴും വണ്ടി കയറിയിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും വരുന്നവരോടൊക്കെ വചനം പറ. അണ്ട പെങ്കൊച്ചിനെ അടിമ പെങ്കൊച്ചായിട്ട് കൊണ്ടുപോയതാ നയമാന്റെ വീട്ടില്, അല്ലേ? അതെ, ഇവർ യുദ്ധത്തിന് പോയപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നതാ. അടുക്കള പണിക്ക് എങ്ങാണ്ട് കൊണ്ടുപോയതാ. എനിക്കൊന്ന് തള്ള ജോലിയാകാത്ത തള്ള എങ്ങാണ്ടായിരിക്കും. പുള്ളിക്ക് അധീനമെങ്കിലും തള്ളയാ അധീനം കളിച്ചിരിക്കുന്നത്. എവളെ വീട്ടുവേലയ്ക്ക് എങ്ങാണ്ട് കൊണ്ടുപോയതാ. പക്ഷെ വീട്ടുവേലക്കാരിയാണേലും അവള് അവിടെ ഒരു പ്രവാചകനുണ്ടെന്ന് വെളിപ്പെടുത്തി കൊടുത്തു. ഇതായിരിക്കണം വീട്ടുവേലയ്ക്കാ കൊണ്ടുപോയത്. പക്ഷെ അവൾ അവസരം കിട്ടി പറഞ്ഞ, അമ്മാമ്മേ ഞങ്ങളുടെ അടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ഉപദേശമുണ്ട്, അച്ചായനെ കൊണ്ടുപോവുകയാണെങ്കിൽ ഉറപ്പാ. മതി, അത്രയും പറഞ്ഞാൽ മതി. ഒന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്ക്, ഒന്ന് പറഞ്ഞു കൊടുക്ക്. ഒത്തിരി തിയോളജി ഒന്നും, ആന്ത്രോപോളജി, ന്യൂമറ്റോളജി, എസ്കറ്റോളജി ഒന്നും നീ പറയണ്ട. പറഞ്ഞ അങ്ങോട്ട് ഒക്കുകയില്ല. വെറുതെ എന്തിനാ വയ്യാത്ത പട്ടി കയ്യാല് കയറി എന്ന് പറഞ്ഞ പോലെ അറിവുള്ളത് പറഞ്ഞാൽ മതിയല്ലോ. അതൊന്നും പറയണ്ട. ഇത്രയും പറയാം, യേശു രക്ഷിക്കും, യേശു പിടിപ്പിക്കും, യേശു സമാധാനം തരും, യേശു നിന്നെ സൗഖ്യമാക്കും. ഇത്രയും പറയുന്നതിന് ബൈബിൾ സ്കൂളിലൊന്നും പോകണ്ട. ബൈബിൾ സ്കൂളിൽ പോയാൽ ഇത്രയും പറയത്തുമില്ല.
തുറം പറയാം. അവസരം കിട്ടുമ്പോൾ യേശുവിനെ ഉയർത്തിക്കോണം. ഈ വചനം പറഞ്ഞോണം. ആദ്യം വചനം ഉണ്ടായിരുന്ന വചനം ദൈവത്തോടു കൂടെ, ആ വചനം ദൈവമാ. ആ ദൈവമായ ദൈവവചനം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം. അതാ പൗലോസ് പറയാ, ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു. ഈ കണ്ണികക്കകത്ത് പ്രധാനമായിട്ട് 4 കാര്യങ്ങളാണ് ഞാനിങ്ങനെ പറഞ്ഞത്. 1, ഒരു മടങ്ങി വരവ്. 2, ഒരു ഉയർപ്പ്. 3, ഒരു രൂപാന്തരം. 4, ഒരു സമാഗമം. ഈ 4 കാര്യങ്ങൾ പ്രധാനമായിട്ട് കണ്ണികക്കകത്തുണ്ട്. എല്ലാം വിസ്തരിക്കുന്നില്ല. ഏതാ 4-ാം അധ്യായത്തിന്റെ 13 മുതൽ 18 വരെയുള്ള കണ്ണികക്കകത്ത് അടങ്ങിയിരിക്കുന്ന വിഷയങ്ങളിൽ പ്രധാനപ്പെട്ട 4 വിഷയമാണ്. 1, ഒരു മടങ്ങി വരവ്. 2, ഒരു ഉയർപ്പ്. 3, ഒരു രൂപാന്തരം. 4, ഒരു സമാഗമ കൂടിക്കാഴ്ച. നിങ്ങൾക്കറിയാം, അധികം വിവരിക്കണ്ട. 1, മടങ്ങി വരവ് എന്ന് പറഞ്ഞാൽ ആര് മടങ്ങി വരും? യേശു വീണ്ടും മടങ്ങി വരും. എബ്രായർ 9:28 എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 37 മടങ്ങി വരവിനെ കുറിക്കുന്ന 2 പ്രയോഗങ്ങൾ ഉണ്ടല്ലോ. വായിക്കാമെങ്കിൽ വായിച്ചോ. സ്തോത്രം. എണ്ണാങ്കിൽ എണ്ണിക്കോ എന്ന് പറഞ്ഞ പോലെ വായിക്കാമെങ്കിൽ വായിച്ചോ. 9:28. ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. പിന്നെ തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും വരുമെന്ന 10:37 വായിച്ചോ. 10:37. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. അവൻ മടങ്ങി വരും, ഉറപ്പാ. ആര് മടങ്ങി വരും? യേശു മടങ്ങി വരും. അവിടെ പറഞ്ഞു രണ്ടാമതും വരുമെന്ന 9:28. അല്ലയോ കർത്തൃദാസനെ, പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. രണ്ടാമതും വരുമെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഒന്നാമത് വന്നല്ലോ. ഒന്നാമത് എന്ന് വന്നു? എന്തിനു വന്നു? ഒന്നാമത് വന്നത് കന്യാസൂനുമായി ഭൂമിയിൽ അവതരിച്ചതാ. കന്യാസുതനായി തരയിൽ വന്നുദിച്ച ധന്യമിമാനുവലിവൻ താനേ. ഓ കന്യകസുതനായി തരയിൽ വന്നുദിച്ച ധന്യമിമാനുവൽ ഇവൻ താനേ. അപ്പോൾ കന്യാസൂനുമായി ഈ ഭൂമിയിൽ അവതരിച്ചത് ആദ്യത്തെ വരവ്. അതെന്തിനാ ഇവിടെ അവതരിച്ചത്? മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം. രണ്ടാമതും പ്രത്യക്ഷപ്പെടുമെന്ന 9:28. അപ്പോൾ ആദ്യം പ്രത്യക്ഷപ്പെട്ടു എന്തിന്? മനുഷ്യവർഗത്തിന്റെ പാപം പരിഹരിക്കുവാൻ. ആ 9:26 വായിച്ചേ. 9:26. യേശുവും അങ്ങനെ വായിച്ചോ. എബ്രായർ 9:26. അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതലല്ല അവൻ പലപ്പോഴും കഷ്ടമനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ, സ്വന്തം യാഗം കൊണ്ട് ജീവൻ തന്നു. മരണം, തിരുമരണം. ആ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. അത് ആദ്യത്തെ പ്രത്യക്ഷത. അപ്പോൾ ആദ്യത്തെ പ്രത്യക്ഷത മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ. പാപപരിഹാരം വരുത്തുവാൻ കർമ്മമാർഗം കൊണ്ടോ, പുണ്യപ്രവൃത്തി കൊണ്ടോ, ദാനധർമ്മം കൊണ്ടോ, നേർച്ച കാഴ്ച കൊണ്ടോ, ആചാരം കൊണ്ടോ, അനുഷ്ഠാനം കൊണ്ടോ, തീർത്ഥയാത്ര കൊണ്ടോ, തീർത്ഥാടനം കൊണ്ടോ ഒന്നും പാപത്തിന് പരിഹാരം വരത്തില്ല. പാപത്തിന് പരിഹാരം വരണമെങ്കിൽ യേശുവിന്റെ പരിശുദ്ധ രക്തത്താൽ ഈ കടികൾ പ്രാപിക്കണം. അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നിന്നെ ശുദ്ധീകരിക്കും. നിന്റെ അകൃത്യങ്ങൾ രക്താംബരം പോലെ ഇരുന്നാലും, എത്ര കടും ചുമപ്പായിരുന്നാലും, പഞ്ഞി പോലെ, ഹിമം പോലെ വെളുപ്പിക്കുവാൻ പര്യാപ്തമായ പരിശുദ്ധ രക്തമാണ് യേശുവിന്റെ രക്തം. കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ പൂർണ്ണശ്രേയം ഈ നിമിഷതാൻ കൃപ തന്നിൽ വശുദ്ധി ആയോ നീ. കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ ഹിമമ്പോൾ നീ കളങ്കമോ നീൻ ആങ്കി
കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. പ്രൈസ് ദി ലോർഡ്. കോവൂര് കുഞ്ഞോളച്ചമ്മ നല്ല ശക്തമായിട്ട് ഇത് പാടുമായിരുന്നു. ഒരു CSI കാരിയായിരുന്നല്ലോ. നല്ല ഹൈ പിച്ചിലാണ് പാടുന്നത്. ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട് ഒച്ചമ്മ പാടുന്നത്. സ്തോത്രം. ഒച്ചമ്മയുടെ വീട്ടിലാണെന്നല്ലോ ഇപ്പൊ താമസിച്ചത് അല്ലയോ? എൻ്റെ അന്നമാമി എന്തിയ ഉസമാമിക്ക് മനസ്സിലായ അന്നമ്മേ? പൂന്തിരത്തിലെ യോടി ഇടത്തിരുന്നിട്ട് പോലും യോധന വന്ന ഗുണമായി രണ്ടുപേരും വന്ന് കണ്ടുണ്ട്. പൂന്തിരത്തിലെ അന്നമ്മേ. പിന്നെ രാജന്റെ പെങ്ങള് അവരല്ലയോ മേരിക്കോവന്റെ അവിടെ താമസിച്ചു. പണ്ട് മേരിക്കോവൻ നമ്മുടെ സഭയെ കൊണ്ടുവന്നില്ലയോ? പൂമരച്ച കയറിയിരുന്ന ആൾക്കാർ കണ്ട് തള്ള ഏതാന്ന് കണിയന്മാരുടെ പൂമരച്ച കയറിയിരുന്ന കൊച്ചമ്മ നല്ല ഇടിവിട്ടും പോലെ പ്രസംഗിക്കുക. ഇവിടെ ഈ ഒരാൾ ചോദിച്ചു പെണ്ണുപിള്ള ഏതാന്ന്. ഭയങ്കര ശബ്ദം. കൊച്ചമ്മ നല്ല പയർ പോലെ നിൽക്കുകയല്ലേ, തകർത്ത ഇടിമുഴക്കം പോലെ. ആൾക്കാരെല്ലാം കൂടെ ഓടിക്കൂടി. അന്ന് ഇവരെല്ലാവരും ഉണ്ട്. ആൾക്കാരെല്ലാം പൂമരച്ച ഞാന്ന് കിടക്കുക തള്ളെ കാണാൻ. ഗംഭീരം പ്രസംഗം. അത് അന്നമാമ അവിടെ കൊണ്ടുവരാൻ മുഖാന്തരമായത്. ഞാൻ പറഞ്ഞോളാം. അപ്പൊ ശ്രദ്ധിച്ചേ, യേശുക്രിസ്തു വീണ്ടും വരും. എന്തിനാ? തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരുടെ രക്ഷയ്ക്ക്. അവിടുന്ന് പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷം. അതാ വീണ്ടും വരവ്, മടങ്ങി വരവ്. യേശു മടങ്ങി വരും. എന്തിനാണെന്നറിയാമോ? അവൻ തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരുടെ രക്ഷയ്ക്ക്. സ്തോത്രം. ആരെ ചേർക്കാൻ? എല്ലാരെയും ചേർക്കാനല്ല യേശു വരുന്നത്. മാനസാന്തരപ്പെട്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് വെള്ളത്തിൽ മുങ്ങി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വേർപാട് പാലിച്ച് തിരുമേശയെടുത്ത് കൂട്ടായ്മ ആചരിച്ച് പ്രാർത്ഥന കഴിച്ച് ഓരോ ദിവസവും മാനസാന്തരപ്പെട്ട് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസാക്ഷിയോടെ ജീവിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാനാ യേശു വരുന്നത്. അല്ലാതെ അന്നേം ചിന്നെ ഏലിയെ മേരിയെ മത്തായിയും കിത്തായിയും കൊണ്ടുപോകാനല്ല. അയ്യോ ഞാൻ മത്തായി എന്നവിടെ കിടന്നോണം. ഞാൻ ഈ പറഞ്ഞ വ്യവസ്ഥ പ്രകാരം നീ ജീവിക്കുകയാണെങ്കിൽ പ്രസംഗിക്കുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും മൺമറഞ്ഞില്ലെങ്കിൽ അവിടുത്തെ വീണ്ടും വരവിൽ ചേർക്കും. ഇതായതിന്റെ ഉപദേശം. ഇതിനപ്പുറം ഒന്നും ഒരു ഉപദേശവും ഇല്ല. നീ കിഴിച്ചു നോക്കിയാലൊന്നും കിട്ടാനുമില്ല. ഇതിനപ്പുറം വേറൊന്നും ഇല്ല. ഇതാ അതിന്റെ ശരി പ്രമാണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ യേശു മടങ്ങി വരും. സ്തോത്രം. അതിന്റെ തെളിവ് ഒത്തിരി ഉണ്ട്. യേശു വീണ്ടും വരും. എന്തുവാ തെളിവ്? എന്തുവാ മോളെ? വരും, വരട്ടെ. അല്ല ഇപ്പം വരിക എന്ന് പറഞ്ഞാൽ വരരുതെന്ന് നമ്മള്. യേശു വീണ്ടും വരുമെന്ന് യോടി. അതിന് ഏറ്റവും വലിയ തെളിവ് അവിടുന്ന് പറഞ്ഞേച്ചാ പോയത്. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയും. എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ കളിപ്പിക്കുന്ന ആളല്ലെന്നായി പറഞ്ഞത്. പറയും, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോവുക. അവിടെ ചെന്ന് സ്ഥലമെല്ലാം ഒരുക്കി ക്രമപ്പെടുത്തി തിരിച്ചു വരും. തിരിച്ചു വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. സത്യമായി എന്നിലും നിത്യപിതാവിലും, സത്യമായി എന്നിലും നിത്യപിതാവിലും, സത്യമായി വിശ്വസിപ്പീൻ സന്തതവും. നിങ്ങൾ ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ. നിന്റെ ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ. പോയി വരും ഞാൻ, പോയി വരും ഞാൻ. നിന്റെ ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ. എൻ പിതാവിൻ ഗൃഹേ ഇൻപമേഴും പലാം. എൻ പിതാവിൻ ഗൃഹേ ഇൻപമേഴും പലാം. സമൃദ്ധ ഭവനങ്ങൾ ഉണ്ടതിനാൽ വേഗം ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ. നിന്റെ ചിത്തം കലങ്ങിടൊല്ല പോയി
പോയി വരും ഞാൻ. നിങ്ങളുടെ ഹൃദയം കലങ്കരുത്. യേശു പറയുക ഞാൻ പോയോച്ചു വരുമെന്ന്. അതാ ഏറ്റവും വലിയ ഉറപ്പ്. രണ്ടാമത്തെ ഉറപ്പ് ദൂതന്മാര് പറഞ്ഞു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശു അവൻ സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ വീണ്ടും വരുമെന്ന്. രണ്ട് ദൂതന്മാര് പറഞ്ഞ് പോയിച്ചു വരുമെന്ന്. ഉറപ്പന്ന? ഉറപ്പിതാ. ജനിക്കാൻ നേരത്തെ ഒരു ദൂതനാ മറിയോട് വന്ന് പറഞ്ഞത്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ ഉണ്ട്. സ്തോത്രം. നീ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കും, കുഞ്ഞിനെ പ്രസവിക്കും. അന്തം വിട്ടെങ്കിലും മറജോദ്യം ചോദിച്ചു. ദൂതൻ കാര്യമെല്ലാം പറഞ്ഞ് ക്രമപ്പെടുത്തി ദൂതൻ അങ്ങ് പോയി. ഒരു ദൂതനാ വന്ന് പറഞ്ഞ് ഗർഭവതിയായി പ്രസവിക്കും. സൂക്ഷിച്ചു അതുപോലെ നടന്നു. യേശു ജനിച്ചു. പോകാൻ നേരത്തെ രണ്ട് ദൂതനാ പറഞ്ഞത് പോയതുപോലെ വരുമെന്ന്. ഒരു ദൂതൻ പറഞ്ഞ കാര്യം അച്ചട്ടായിട്ട് നടന്നെങ്കിൽ രണ്ടുപേര് പറഞ്ഞ കാര്യം നടക്കത്തില്ലെന്ന് ഒരിക്കലും ചിന്തിക്കേണ്ട. സൂക്ഷം നടന്നിരിക്കും. യേശു വീണ്ടും വരും. അപ്പൊ ഒന്ന് മടങ്ങി വരവ്. അതെ, യേശു വീണ്ടും മടങ്ങി വരും. അതിന്റെ തെളിവുകളായി കണ്ടുകൊണ്ടിരിക്കുന്നതല്ല, അതിന്റെ ലക്ഷണങ്ങളാ ഈ കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുന്ന എല്ലാ കാര്യങ്ങളും വിസ്തരിക്കുന്നില്ല. അതൊക്കെ നന്നായിട്ട് പറയുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ നന്നായിട്ട് അറിയണമെങ്കിൽ അവരെ വിളിച്ചൊരു യോഗം നടത്തുക. എന്നെ കൊണ്ടുപോക്കുകയല്ല, എന്നെ കൊണ്ട് ഇതൊക്കെ ഒക്കുകയുള്ളൂ. ദൈവത്തിന് മഹത്വം. എന്നെ കൊണ്ടുവെക്കുന്ന ഞാൻ പറഞ്ഞാൽ മതിയല്ലോ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ യേശു വീണ്ടും വരും. രണ്ട്, ഒരു ഉയർപ്പ് നടക്കും. അതവിടെ എഴുതിയിട്ടുണ്ട്. ഉയർപ്പ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ. കാഹളത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തു വരും. നമ്മെ വിട്ട് മൺമറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. ഏതാ? ക്രിസ്തുവിൽ മരിച്ചവർ. ഗുണപ്പെടാതെയത്തവരുടെ കാര്യമല്ല ഞാനീ പറഞ്ഞത്. ക്രിസ്തുവിൽ മരിച്ചവരുണ്ട്. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വിശ്വസ്തയോടെ ജീവിച്ച് നല്ല അന്ത്യം പ്രാപിച്ച അനേക വിശുദ്ധന്മാർ, അത് മാതാവോ പിതാവോ മക്കളോ സഹോദരങ്ങളോ ചാർച്ചക്കാരോ സഭക്കാരോ അയലത്തുകാരോ സ്നേഹിതരോ ദേശനിവാസികൾ ആരുമാകട്ടെ, അവരെല്ലാം കർത്താവിൽ നിദ്ര പ്രാപിച്ചു. എവിടെ അടക്കുന്നു, ആരടക്കുന്നു, കല്ലറയുടെ വലിപ്പമോ കല്ലറയുടെ പേരോ മാർബിൾ ആണോ ഗ്രാനൈറ്റ് ആണോ പൂഴിമണ്ണാന്നോ ചെളിയാന്നോ ഇതൊന്നുമല്ല വിഷയം. ഗുണപ്പെട്ടവനാണെങ്കിൽ കാഹളത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അവൻ ഉയർത്തു വരും. ഗുണപ്പെടാത്തവനെ ആ മാർബിളിനകത്ത് കൊണ്ട് അടക്കിയാൽ ആ കിടപ്പ് അവിടെ കിടക്കും. വരികയല്ല, ഇപ്പം വരും. അത് വേറൊരു സമയത്താ വരുന്നത്. സ്തോത്രം. ഓർപ്പിച്ചില്ല, അച്ചായനെ വീട്ടുമുറ്റത്ത് അടക്കിയത് കാഹളത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ പടയുന്നു. സ്തോത്രം. മണ്ണിൽ മൗനമുറങ്ങും തന്റെ വിശുദ്ധർ എല്ലാ നിമിഷം. മണ്ണിൽ മൗനമുറങ്ങും തന്റെ വിശുദ്ധർ എല്ലാ നിമിഷം. കാഹളധ്വനിയിങ്കൽ 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 ചടുചട ഉയർത്തിടും തിരുമുഖം കാൺമാൻ. ചടുചട ഉയർത്തിടും തിരുമുഖം കാൺമാൻ. അപ്പൊ കോടി കോടി വിശുദ്ധന്മാർ കാഹളത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഉയർത്തു വരും. അതാണ് രണ്ടാമത്തെ വിഷയം, ഒരു ഉയർപ്പ്. അതുകൊണ്ട് ദൈവമക്കളോട് ഒരു കാര്യം പറയാം. ആരടക്കുന്നു, എവിടെ അടക്കുന്നു, എങ്ങനെ അടക്കുന്നു, അതല്ല വിഷയം. നീ കർത്താവിലാണോ നിദ്ര പ്രാപിച്ചത്? എടാ, കൊണപ്പെടാത്തവനെ അന്ത്യോക്യയിൽ അടക്കിയാലെന്നാ, വത്തിക്കാനിൽ അടക്കിയാലെന്നാ, കുമ്പനാട്ടടക്കിയാലെന്നാ, ദേവലോകം എന്ന് പറയുന്ന സ്ഥലം പേര് കേൾക്കുമ്പോൾ ഞെട്ടരുത്. ദേവലോകത്ത് ദേവലോകം ഉണ്ട്, പാതാളം ഉണ്ടല്ലോ എറണാകുളത്ത്. ദേവലോകം കോട്ടയത്ത്, പാതാളം എറണാകുളത്ത്. സ്തോത്രം. ദൈവംപടി മാമൂടിനിപ്പുറം, നരകംപടിയും ഉണ്ട്, എല്ലാ പടികളും ഉണ്ട്. പണ്ട് നാമം ചെല്ലുമ്പോ ചൊല്ലുമായിരുന്നു, പടിയാറും കിടന്ന് അവിടെ ചെല്ലുമ്പം അതാ മതി, പടിയാറും കിടന്ന്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, കുണം പിടിക്കാത്തവനെ ഇവിടെ എവിടെ കൊണ്ടടക്കിയാലും, കുമ്പനാട്ടടക്കിയാലും, മുളക്കുഴയിലടക്കിയാലും, പുനലൂരടക്കിയാലും, ചിങ്ങവനത്തടക്കിയാലും മനസ്സിലാകുന്നില്ല.
മാർബിൾ കൊത്തിയ അല്ലെ മാർബിളിന്റെ കല്ലറടക്കിയാലും കൊണപ്പെട്ടതല്ലെങ്കിൽ യേശുവിന്റെ രണ്ടാമത്തെ വരവിന്റെ കാഹളധ്വനിയിൽ ഉയർക്കത്തില്ല. എന്നാൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് അവൻ കൃപയിൽ വന്നൊരു ദൈവപൈതൽ മൺമറഞ്ഞു. അടക്കാൻ ഓവർസിയർ വന്നില്ല, സൂപ്രണ്ട് വന്നില്ല, സെൻട്രൽ പാസ്റ്റർ വന്നില്ല, പ്രസിഡന്റ് വന്നില്ല, ആരുമില്ല, ലോക്കൽ പാസ്റ്റർ മാത്രം. സ്തോത്രം. പറയേണ്ടതെല്ലാം പറയാനും ഒത്തില്ല. പുള്ളി മെപ്രാളമായി പോയി. മെയിൻ ആള് വരാന്ന് പറഞ്ഞ് വന്നില്ല. പണ്ടൊരാൾ അടക്കാൻ പറഞ്ഞ് അടക്കാവെന്ന് ചോദിച്ചു, അടക്കാൻ സമയമാകുമ്പോൾ പുള്ളി ഓടിക്കളഞ്ഞു. എന്നെ കാണാൻ വന്നൊരു പുള്ളി കയറി അടക്കണ്ടേ, അടക്കാന്നൊക്കെ പറഞ്ഞ് ആള് കളിച്ച് മുടുത്ത ജിബായും ഒക്കെ ഇട്ട് വന്ന് നിന്നതാ. ആളും എല്ലാം കൂടെ വന്ന് അന്തരീക്ഷം വന്നപ്പോൾ പുള്ളിക്ക് എനിക്ക് വെപ്രാളമായി പോയി. ഞാൻ റബ്ബർ തോട്ടത്തിൽ നിൽക്കുകയായിരുന്നു. അങ്ങനെ നല്ല വൃത്തിയുള്ള തുണിയൊക്കെ വിരിപ്പിച്ച പിള്ളേരവിടെ നിന്ന് ഇത് അറിയാൻ മേലാത്ത ആൾക്കാരാണെങ്കിൽ ആ പെട്ടി അടച്ചേച്ചാണ് ഇടേണ്ടത്. ഇത് പെട്ടി അടയ്ക്കുന്നതിന് മുന്നേ മണ്ണ് വാരി പോത്തുക, നിലം തല്ലിക്കടിച്ച് നമ്മൾ പണ്ട് ചാണകം മെഴുകും പോലെ. എന്നുള്ള ഒരാൾ മൊത്തം ഇങ്ങനെ നിരത്തുന്ന കണ്ട് കൊച്ചുങ്ങളെല്ലാം നോക്കി നിൽക്കുക. ഒന്നാന്തരം തുണിയെല്ലാം ഇട്ട് നിങ്ങൾ നല്ല വൃത്തിയായിട്ട് എടുക്കുക. അങ്ങനെ മണ്ണെല്ലാം കൂടെ ഇട്ട് ദോശയ്ക്ക് മാവ് വരുത്തുമ്പോൾ പരത്തുക. അറിയത്തില്ല. അല്ല, ഇനി അങ്ങനെയൊക്കെ അടക്കിയത്. വലിയ കല്ലറയിലൊന്നും അടക്കിയില്ല. കല്ലറ കിട്ടിയില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ മഴയുടെ സമയത്ത് അന്ന് കുഴിയെടുക്കുമ്പോൾ വെള്ളം വരും. ചെല്ലു പറയും, ഓ ചെളിക്കാത്താകൊണ്ട് ആയിക്കോട്ടെ. അയ്യോ, കുടുംബക്കല്ലറ കിടക്കുക, അവിടെ ഒന്നും വേണ്ട. എറണാകുളത്തൊരു അപ്പച്ചനുണ്ട്, കടൽ തീരത്താ സ്വന്തം ഭാര്യയെ കൊണ്ട് അടക്കിയത്. പെന്തിക്കോസി വന്നതുകൊണ്ട് വേറെ അങ്ങ് ഒത്തില്ല, സമ്മതിച്ചില്ല. എത്രയോ പ്രിയപ്പെട്ടവര്, പക്ഷേ അവർ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിനെ ഉണ്മയോടെ ആരാധിച്ച് അടക്കാൻ സഭയുടെ പ്രധാനപ്പെട്ടവർ വന്നില്ല, സഭാ നേതാക്കന്മാർ വന്നില്ല, വലിയ ആൾക്കാരും ആഘോഷവുമില്ല, വീഡിയോയൊന്നുമില്ല, പൂക്കളും ഒന്നുമില്ല, ബൊക്കയൊന്നും ഒത്തിരി കൊണ്ടുവന്ന് നെഞ്ചത്ത് വെച്ചുമില്ല. അങ്ങനെ ഇപ്പം അങ്ങനെ ആണല്ലോ. ജീവിച്ചിരിക്കുമ്പോൾ തള്ളയ്ക്ക് ഒരു പൂ കൊടുക്കുക, അല്ലെ കത്ത് കഴിയുമ്പോൾ മക്കളെല്ലാം പൂവായിട്ട് വരുന്ന വരവാണ്. നിങ്ങൾ ചിരിക്കാനൊന്നും പറഞ്ഞതല്ല. ജീവിച്ചിരിക്കുമ്പോൾ ഇതിൽ ഒരു പൂ കൊടുത്താൽ മതി, തള്ള 2 കൊല്ലം കൂടെ ജീവിച്ചിരുന്നേനെ. അത് കഴിയുമ്പോൾ ഉള്ള പൂവെല്ലാം കൂടെ കൊണ്ടുവരിക. അത് മാറ്റാൻ 2 പേര് കാലിൻ്റെ അവിടെ നിൽപ്പുണ്ട്. വെച്ചോടനെ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന കാര്യമല്ലേ. എടാ, ജീവിച്ചിരിക്കുമ്പോൾ അരി കൊണ്ട് കൊടുത്താൽ തള്ള അത് കഞ്ഞി വെച്ച് കുടിക്കുകയല്ലേ. തള്ള ജീവിച്ചിരിക്കുമ്പോൾ ഉരിയ അരിക്ക് പോലും ഗുണമില്ല. തള്ള ചത്ത് കഴിയുമ്പോൾ അരിയും അതും ഇതെല്ലാം അന്തും ബിന്ദും എല്ലാം മാരി ഇടുക. എന്തിനാ? ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യണ്ടേ? ജീവിച്ചിരിക്കുമ്പോൾ ഒരു തോർത്ത് കൊടുക്ക്. അമ്മ മാറ മറയ്ക്കുവോ, കുളിച്ച് തോർത്തുവോ ചെയ്യല്ലേ. ജീവിച്ചിരിക്കുമ്പോൾ ഒരു തൂവാലയ്ക്ക് പോലും നിനക്ക് ഗുണം ചെയ്യാനൊത്തില്ല. ചത്ത് കഴിയുമ്പോൾ തിരുവല്ലായിലും ചെങ്ങന്നൂരൊക്കെ തുണിയെല്ലാം കൂടെ മേടിച്ചോണ്ട് കൊണ്ടുപോവാ. ഇത് ഏറ്റവും മേളി എൻ്റെ തുണി കിടണം അമ്മയുടെ നെഞ്ചത്ത്. എന്തിനാടാ? അമ്മ ജീവിച്ചിരുന്നപ്പോൾ ഒരു കുറി കൊണ്ട് കൊടുത്തിരുന്നെങ്കിൽ കുളിച്ചു തോർത്തുകയല്ലേ. തൂവാലയ്ക്ക് പോലും ഉപകാരമില്ലാത്ത നീ നിന്റെ പത്രാസ് കാണിക്കാൻ തള്ളയാത്തപ്പോൾ ഏറ്റവും മേളി അമ്മയുടെ നെഞ്ചത്ത് എൻ്റെ ശോശപ്പ. പിന്നെ നിന്റെ മോൻ ഫോറിനിൽ നിന്ന് കൊണ്ടുവന്നത് അമ്മയ്ക്ക് വേണ്ടി ഞാൻ മാറ്റി വെച്ചതാ. എന്തിന്? ചത്ത് കഴിയുമ്പോൾ നെഞ്ചത്തിടാൻ. നല്ല കാര്യമുണ്ടോ? യോഗ്യമായിട്ട് മാന്യമായിട്ട് സംസ്കരിക്കണം, പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ ഇത് ചെയ്യണം. അതാ ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ. ദൈവത്തിന്റെ മഹത്വം. ആമേൻ. കർത്താവിൽ നിദ്ര പ്രാപിച്ചവരാണെങ്കിൽ കാഹളത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അവർ ഉയർത്തു വരും. അതാ 2 ഉയർപ്പ്. 3 അവിടെ ഒരു രൂപാന്തരം. എന്തുവായി രൂപാന്തരം? ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർക്ക് ആ രൂപാന്തരം. മുമ്പേ പറഞ്ഞ രീതിയിൽ ജീവിക്കുന്ന വിശുദ്ധന്മാർ കാഹളത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ജീവനോടിരിക്കുന്നവർക്ക് രൂപാന്തരം ഉണ്ടാകും. എന്തുവായി രൂപാന്തരം എന്ന് പറഞ്ഞാൽ ഈ രൂപം അങ്ങ് മാറും. നമ്മുടെ ഈ രൂപം അത്ര നല്ലതല്ല. നമുക്ക് അറിയാം, നമ്മളെ അറിയാവുന്നവർക്കും അറിയാം. എത്ര നേരം നിലക്കണ്ണാടിയുടെ മുന്നിൽ നിന്നേച്ചാ ഈ രൂപത്തിൽ ഇപ്പം വന്നിരിക്കുന്നത്. കൺവെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഉച്ച കഴിഞ്ഞ് മുതലേ സ്തോത്രം തൂത്തും തുടച്ച് എല്ലാം വെച്ചും കെട്ടി ഇണക്കി എന്ത് പ്രയാസപ്പെട്ട ഈ സന്ധ്യക്ക് ഇത്രയും രൂപത്തിലെങ്കിലും വന്ന് ഇരിക്കുന്നത്. എന്നിട്ട് നമുക്ക് അത്ര തൃപ്തിയോടല്ലിരിക്കുന്നത്. എന്നിട്ടും അടുത്തിരിക്കുന്നവരോട് ചോദിച്ചു, എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കണം കേട്ടോ, രൂപം ശരിയല്ല.
ഈ രൂപം എങ്ങനെയാ വന്നത്? ഏദൻ തോട്ടത്തിൽ വെച്ച് സംഭവിച്ചതാ. വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചപ്പോൾ പാപം ചെയ്തു. പാപം ചെയ്തപ്പോൾ ശരിയായ രൂപം മാറി, ഈ രൂപമായി. എന്നാൽ ഇതത്ര നല്ല രൂപമല്ല. അതുകൊണ്ട് എന്തെല്ലാം കൃത്രിമങ്ങളാണ് നമ്മൾ കാണിക്കുക രൂപം വരാനേ. വേറെ ലെവലിൽ പിന്നെ തൂക്കുന്നതും തുടയ്ക്കുന്നത് ഇഷ്ടം പോലെ. ചിലരുടെ വണ്ടിയിലൊക്കെ കയറണം, എന്തെല്ലാം സാധനങ്ങളാ തൂക്കാനും തുടയ്ക്കാനും. പേര് ഒന്നും ഞാൻ പറഞ്ഞില്ല. പണ്ടൊരാടെ വണ്ടിയെ കയറി ഞാൻ അന്തം വിട്ടുപോയി. അപ്പോൾ കൂടെയുള്ള ആൾ പറഞ്ഞു ഇത് അതിനുള്ളതാണ്, ഇത് പ്രസംഗിക്കാൻ ഇറങ്ങുന്നതിന് മുന്നേ ഒന്ന് തേക്കുന്നതാണ്, ഇത് അതിന് അരമണിക്കൂർ മുമ്പ് തേക്കുന്നതാണ്, ഇത് വേറൊരു പൗഡറാണ്, അതെല്ലാം രൂപം ഒപ്പിച്ച് കയറി നിൽക്കുക. ഞാൻ തമാശ പറഞ്ഞതല്ല. സ്തോത്രം. രാത്രി കിടക്കുന്നതിന് മുന്നേ കടലമാവെല്ലാം കൂടെ കലക്കി രൂപം ഒപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ രൂപം ഇത്ര നല്ലതല്ലിപ്പം. എന്നാൽ ഈ രൂപത്തിന് മാറ്റം വരും. എപ്പോൾ? കാഹളത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഈ രൂപം മാറും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ പ്രാപിക്കും, മർത്യമായത് അമർത്യത്തെ പ്രാപിക്കുമെന്ന് രൂപാന്തരം ഉണ്ടാകുമെന്ന് നമുക്ക്. സ്തോത്രം. അതാണ് നമ്മുടെ പ്രത്യാശ. ഈ താഴ്ചയുള്ള ശരീരം മഹത്വമുള്ള ശരീരം പ്രാപിക്കും. ഈ ദ്രവത്വമുള്ള ശരീരം ദ്രവത്വമില്ലാത്ത ശരീരം പ്രാപിക്കും. അതാണ് 3 രൂപാന്തരം, ദൈവത്തിന് മഹത്വം. 4 സമാഗമ കൂടിവരവ എന്ന് പറഞ്ഞാൽ കർത്താവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർക്കും. ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർക്ക് രൂപാന്തരം. 2 കൂട്ടരും കൂടെ ഒന്നിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അതാണ് 18-ാം വാക്യം. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു. ഇന്ന് രാത്രി പ്രത്യാശയോടെ തിരിച്ചു പോകണം. യേശു വീണ്ടും വരും. യേശു വീണ്ടും വരും. തിരുസഭയെ ചേർക്കാൻ, കർത്താവിൽ മരിച്ചവരെ ഉയർത്ത് പുത്തൻ ശരീരത്തോടെ സ്വീകരിക്കുവാൻ. കോടി യുഗം നാം യേശുവിൻ്റെ കൂടെ വാഴും. ഇതാണ് നമ്മുടെ പ്രത്യാശ. ഈ പ്രത്യാശ ഇന്ന് രാത്രി എല്ലാവരെയും ഭരിക്കട്ടെ. ആ നിത്യതയിൽ എത്തണമെങ്കിൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നല്ല ആ വരവിൽ, യേശുവിൻ്റെ വരവിൽ എടുക്കപ്പെടുവാൻ ഇന്ന് രാത്രിയിൽ ശുശ്രൂഷ ഏവർക്കും ഇടയാക്കട്ടെന്ന് ഓർപ്പിച്ച് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്ന പഴയ പാട്ടിൻ്റെ 2 വരി കൈയടിച്ചങ്ങ് പാടി. ഏതായാലും സമയം പോയെന്നറിയാം. 2 വരി ഒന്ന് പാടി നമുക്കങ്ങ് പിരിയാം. മുമ്പേ പാടിയല്ലോ. മണ്ണിൽ മൗനമുറങ്ങും തൻ്റെ വിശുദ്ധർ എല്ലാ നിമിഷവും, മണ്ണിൽ മൗനമുറങ്ങും തൻ്റെ എല്ലാ നിമിഷവും കാകളധ്വനിയിങ്കൽ ചടുചടെ ഉയർത്തിടും തിരുമുഖം കൈയടിച്ചു. ചടുചടെ ഉയർത്തിടും തിരുമുഖം കാൺമാൻ പരനെ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ട്. പരനെ നിൻമുഖം പരനെ കൈയടിച്ച് ചേർന്ന് പരനെ നിൻമുഖം പരനെ നിൻമുഖം കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ. ഓ ശുദ്ധരല്ല ഗീതം പാടും തന്റെ വരവിൽ. ഓ ശുദ്ധരല്ല കൈയടിച്ച് ചേർന്ന് ഗീതം പാടും ഓ തന്റെ വരവിൽ. ആർത്തും ഘോഷിച്ചോ ആർത്തും ഘോഷിക്കും. ഓ ആർത്തും ഘോഷിച്ചോ ആർത്തും ഘോഷിച്ചോ ആനന്ദ വല്ലഭനെ എതിരേൽപ്പാൻ. ആനന്ദ വല്ലഭനെ എതിരേൽപ്പാൻ. പരനെ നിന്നെ കാണുമ്പോൾ ഓ എനിക്കധികം കൊതിയുണ്ട്. പരനെ നിൻമുഖം പരനെ നിൻമുഖം ഓ പരനെ നിൻമുഖം പരനെ നിൻമുഖം കണ്ടു കൊതി കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ. നിന്റെ വരവു ഏതു സമയോ അറിയുന്നില്ല. പരനെ നിന്റെ വരവ് ഏതു സമയം അറിയുന്നില്ല. എന്നു വരും നീ എന്നോ വരും നീ എന്നോ വരും നീ എപ്പോൾ വരും നീ അറിയാത്തതിനാൽ കാത്തിടുമേ ഞാൻ. അറിയാത്തതിനാൽ കാത്തിടുമേ ഞാൻ. പരനെ നിന്നെ
പ്രത്യാശയോടെ കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ, കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ, കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ, കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ, കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. നിങ്ങളോടെല്ലാവരോടും വളരെ നന്ദിയുണ്ട്, കടപ്പാടുണ്ട്. ഈ 10 മണി വരെ ഈ ശുശ്രൂഷയിൽ എല്ലാവരും സഹകരിച്ചല്ലോ. ആരും വിഘടിച്ചുമില്ല, എഴുന്നേറ്റും പോയില്ല. ദേശനിവാസികൾ, സമീപവാസികൾ, വന്ന ദൈവമക്കൾ. സാധാരണ നമ്മുടെ യോഗമൊക്കെ 8:30, അങ്ങേയറ്റം പോയ 9, അങ്ങേയറ്റം പോയ 9:15. എന്നാൽ നിങ്ങൾ ഇത്രയും സഹകരിച്ചതിന് നന്ദി, പ്രാർത്ഥിച്ച് സഹായിച്ചതിന് നന്ദി. ഇതുവരെ ഇരിക്കുകയല്ലായിരുന്നു. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്നേ. എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞാൽ ഇറങ്ങിപ്പോകാനാന്ന് ചിന്തിക്കരുത്. എഴുന്നേറ്റ് നിൽക്കാനാ. ആ കരങ്ങള് ഉയർത്തി 2 ശീലൂടെ പാട്. എല്ലാ കരങ്ങളും ഉയർത്തി. ഇന്നും എന്നേക്കും വേർപിരിയാതെ കരങ്ങൾ വീശി കൂടെ പാർക്കും നമ്മളെല്ലാം. ഇന്നും എന്നേക്കും കരങ്ങൾ ഉയർത്തി വീശി. ഓ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. ജനമേ, യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. എല്ലാവർക്കും ഇരിക്കാം. ദൈവത്തിന്റെ മഹാകൃപ കൊണ്ടും ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ടുമാ ഇന്ന് വരെ നിൽക്കുന്നത്. ഇനിയും നിങ്ങളുടെ എല്ലാം വിലപ്പെട്ട പ്രാർത്ഥന അപേക്ഷിക്കുന്നു. അമ്മേ, ഓർക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ക്ഷണിച്ച കർത്തദാസനും ചുമതലപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി. ദൈവം ഓൺലൈനിലുള്ളവരെയും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.